ഹായ് ഗായ്സ്, വെൽക്കം ടു വൈ ദ ഹെൽ നോട്ട്. ഇന്ന് നമ്മളുടെ കൂടെ സ്പെഷ്യൽ ഗസ്റ്റാണുള്ളത്. ഇന്ന് ശ്രുതിരാജ് MK. ആള് ഫോറൻസിക് സൈക്കോളജിയിൽ MPhil നേടിയിട്ടുണ്ട് നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി ഗുജറാത്തിൽ നിന്ന്. പിന്നെ ആള് അസിസ്റ്റൻറ്റ് പ്രൊഫസർ കൂടിയാണ്, സൈക്കോളജി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന സൈക്കോളജി പരമായിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ പഠനങ്ങൾ നടക്കുന്നുണ്ട്, എന്തൊക്കെ പുതിയ അപ്ഡേറ്റ്സ് വരുന്നുണ്ടെന്ന് ശ്രുതി നമുക്ക് പറഞ്ഞുതരും. നമുക്ക് നേരിട്ട് കോൺവെർസേഷനിലേക്ക് കിടക്കാം. എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടല്ലോ, ഞാൻ അതുകൊണ്ട് തന്നെ പിന്നെ അതന്നെ പറയാന്ന് വിചാരിച്ചു. അതാണ് ഈ ഇന്നർ ചൈൽഡിൻ്റെ എന്താ പറയുക, പലരും മനസ്സിലാക്കണില്ല. ലൈക്ക് 45-50 നിൽക്കുന്ന ആൾക്കാർ വരെ, അതായത് ആ കിഡിനെ ഇങ്ങോട്ട് ഇഗ്നോർ ചെയ്തിട്ട് ഇവർ മിണ്ടാതെ ഇങ്ങോട്ട് ആവുകയാണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ പിന്നെ ആ കിഡിനെ അവർ രണ്ടാമത് കിട്ടുമ്പോൾ ആ കിഡ് എൻജോയ് ചെയ്യുമ്പോൾ 50കളിലൊക്കെയാണ് ഓരോരോ ഇന്നർ ചൈൽഡിനെ ചിലപ്പോൾ കാണുന്നതായിട്ട് എനിക്ക് തോന്നിയത്. മനസ്സിലായോ? ഈ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോഴും അവർ ആ കിഡായിട്ടാവും പലപ്പോഴും ഇരിക്കണ്ടാവും. അപ്പൊ എക്സാമ്പിൾ പറയാ വെച്ചാൽ കുമ്പളങ്ങി നൈറ്റ്സിൽ സൗബിന് കരയണ സീനൊക്കെ ഉണ്ട്. ആ കരയണ സൗബി എന്നുള്ളത് ആ പഴയ ഫാമിലി സ്നേഹം, പാരന്റൽ കെയറും സ്നേഹമൊക്കെ നഷ്ടപ്പെട്ടുള്ള ആ കിഡാണ് അവിടെ കിടന്ന് കരയണത്. എനിക്ക് അത് കാണുമ്പോഴൊക്കെ അത് ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലേ. അല്ലാണ്ട് ആ 40-45 വയസ്സുള്ള സൗബിനല്ല അവിടെ കരയണത്. സൗബിന്റെ ഇന്നർ ചൈൽഡാണ്, കിഡാണ് അവിടെ കിടന്ന് കരയുന്നത്. എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള ആ പിടിവാശി പിടിക്കുന്ന, അല്ലെങ്കിൽ ആ വാശി കാണിക്കുന്ന, അല്ലെങ്കിൽ ആ ഇമോഷണലി ഇതായി നിൽക്കുന്ന ആ ഒരു സാധനത്തിന് ഞാൻ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യല്ലോ കേട്ടോ. ഇത് കിഡാണല്ലോ. എനിക്ക് ഉള്ളിൽ ശരിക്കും ആ കിഡിനെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സത്യത്തിൽ. ഞാൻ അതാണ് എന്നോട് പറഞ്ഞത്, ഈ നോക്കി അതിനെ പറ്റിയെന്നുള്ള ഒരിതുണ്ടായിരുന്നു. ആൾക്കാർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമോ കിഡിനെ? ഉള്ളിലുള്ള ഇന്നർ ചൈൽഡ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനങ്ങൾ കണ്ടു ഞാൻ യൂട്യൂബിൽ നോക്കുമ്പോൾ. ആളുകൾക്ക് അത് മനസ്സിലാവണമെങ്കിൽ തോന്നിയിട്ടുള്ള നമ്മൾ കുറേ കൂടി നമുക്കൊരു അറ്റൻഷനും കാര്യങ്ങളും കൊടുക്കണം. പിന്നെ അത് ഓരോന്നും നമ്മൾ ഇത് ഇന്നതുകൊണ്ട് അത് അക്നോളജ് ചെയ്യണം എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അക്നോളജ് ചെയ്യുമ്പോൾ ഓരോന്ന് റീസണോ? ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യണത്, ഇതെന്തുകൊണ്ടായിരിക്കുക, അതെന്തുകൊണ്ടായിരിക്കുക എന്നുള്ളത് ഞാൻ ഇൻ്റെത് എപ്പോഴും ചെയ്യലുണ്ട്. അപ്പോൾ എൻ്റെ എക്സാക്റ്റ് ഓരോ ഇമോഷൻസ്, അത് എത്ര അൺഫെയർ ഇമോഷനാണെങ്കിലും ഞാൻ ഇപ്പോൾ വാശി പിടിച്ചു, അവിടെ ഇല്ലോജിക്കലി ബിഹേവ് ചെയ്തു, അല്ലെ റേഷണലൈസ്ഡ് അല്ലാണ്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ആലോചിക്കും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ച്, എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്ത്, എന്തുകൊണ്ടാണ് എനിക്ക് ആ ഇമോഷൻ വന്നത്. ഞാൻ അതിൻ്റെ പിന്നാലെ കുറേ നേരം ഇരിക്കും. ഞാൻ ആലോചിച്ച് ഓക്കെ ഇത് ഇന്നത് കൊണ്ടാണ്, ഇതാണ് ഇന്നതാക്കിയത്, ഇതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നിയെന്നുള്ളത് ഞാൻ ഇതിന് ടൈം കൊടുക്കലുണ്ട് ഭയങ്കരമായിട്ട്. അപ്പം എനിക്ക് എൻ്റെ എല്ലാ തോട്ടുകളും, എല്ലാ ഇമോഷൻസും, എല്ലാ ബിഹേവിയേഴ്സും എന്തുകൊണ്ടാന്ന് എനിക്ക് എക്സാക്ട്ലി പിന്നെ പറയാൻ പറ്റില്ല. നമ്മൾ ഈ വിചാരിക്കുന്നത് കൊണ്ട് തന്നെ ആവുമോ അത് വന്നത് നമുക്ക് പറയാൻ ഉറപ്പിക്കാൻ പറ്റുമോ? അത് എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ട് സെൽഫ് അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്കത് അതുകൊണ്ടാന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൺഫ്യൂഷനിലാവും, അതുകൊണ്ടാണോ ഇതുകൊണ്ടാണോ എന്നുള്ളത്. എനിക്കെൻ്റെ ഓരോ തോട്ടും ഓക്കെ, എനിക്ക് ബോർഡർ ലൈൻ ട്രയൽസ് ഉണ്ട്, എൻ്റെ അമ്മയ്ക്കുണ്ട്. എൻ്റെ അമ്മേൻ്റെ എക്സാക്ട് തോട്ട്സിക്ക് വരലുണ്ട്. എനിക്ക് ആ തോട്ട്സ് വരുമ്പോൾ തന്നെ അൺറാഷണൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത്, ബോർഡർ ലൈൻ തോട്ട്സ് ആണ് പറഞ്ഞിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഇൻസൈറ്റ് പറഞ്ഞ സാധനം ഉണ്ട്, നമുക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുക എന്നുള്ളത്. അതുള്ളതുകൊണ്ടായിരിക്കും അത് പെട്ടെന്ന് പറ്റലുണ്ട്. അപ്പം ഞാൻ ആ തൊട്ട് വരുമ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ, അതായത് സ്കൂളിൽ പഠിക്കുന്ന ടീനേജിലൊക്കെ പ്രത്യേകിച്ച്, അത് കഴിഞ്ഞ സമയത്ത് ഈ സൈക്കോളജിയിൽ വല്ലാണ്ട് ഈ ബോർഡർ ലൈനെ പറ്റിയൊക്കെ പഠിക്കുന്നതിന് മുന്നേ ഈ തോട്ടൊക്കെ വരുമ്പോൾ ഞാൻ ആ തോട്ടിനെ എൻകറേജ് ചെയ്യായിരുന്നു. അതായത് നമ്മൾ ആ തോട്ടിൻ്റെ കൂടെ പോവും. അതെന്തുകൊണ്ടാണ് ആ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ആ തോട്ടിനെ, റേഷണലൈസ്ഡ് അല്ലാത്തൊരു തോട്ടിന് അതിൻ്റെ പിന്നാലെ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ഇങ്ങനെ ഞാൻ വരുമ്പോൾ എന്താ ബോർഡർ ലൈൻ തോട്ടല്ലേ പോട്ടെ, സ്കിപ്പ് ചെയ്യും. സോ ഞാൻ അതിനെ എൻകറേജ് ചെയ്യില്ല, അപ്പം അതിന് ടൈം കൊടുക്കില്ല. അപ്പോൾ എൻ്റെ ആ ബോർഡർ ലൈൻ തോട്ട്സും കാര്യങ്ങളൊക്കെ അതില്ല എന്നുള്ളതല്ല, അത് വരും, അതുണ്ട്, നമ്മുടെ ഉള്ളിലുള്ള സാധനമാണ്, അത് വന്നുകൊണ്ടേ ഇരിക്കും. ബട്ട് നമ്മൾ അതിന് ടൈം കൊടുക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും നെഗറ്റീവ് അതിൻ്റെ ബേസിസിൽ വരുന്ന ബിഹേവിയർ, ഇമോഷൻസ് എല്ലാം നമുക്ക് പോയി കിട്ടുന്നുണ്ട്. ബോർഡർ ലൈൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പം കുറച്ച് മുന്നേ വരെയൊക്കെ ഇപ്പോഴും സംസാരിക്കുന്ന ഭയങ്കര ഹോട്ട് ടോപ്പിക്കാണല്ലോ ബോർഡർ ലൈന്.
ബോർഡർ ലൈനിൽ ശരിക്കും ബോർഡർ ലൈനായിട്ടുള്ള ഒരാളായിട്ടും പ്രണയത്തിലായ ആൾക്കാർ പറഞ്ഞാൽ അങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ് അവർക്ക് പ്രണയത്തിൽ കിട്ടുന്നതാണ്. അതെ അതെ, അതായത് ഇങ്ങനത്തെ പ്രണയം. അതെ, ഞാൻ ബോർഡർ ലൈനിൽ ഭയങ്കര ഒരു ബോർഡർ ലൈനുള്ള ഒരാളായിട്ട് പ്രണയിച്ചിരിക്കുന്ന ഒരാളോട് ഞാൻ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താണ്, ഞാനൊക്കെ ഇൻറ്റേൺഷിപ്പ് ചെയ്യണ സമയത്ത് ബോർഡർ ലൈനുള്ള സ്ത്രീകൾക്കത് അധികം ഉണ്ടാവുക, പുരുഷന്മാർക്ക് വളരെ കുറച്ച് പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഉണ്ടാവുള്ളൂ, അധികം സ്ത്രീകളിലാണ് കണ്ടുവരിക. അപ്പോൾ നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ കുറേ ബോർഡർ ലൈനുള്ള സ്ത്രീകളുണ്ട്. അപ്പോൾ അവരുടെ ഭർത്താക്കന്മാരെ കാണുമ്പോൾ ഞങ്ങൾ പറയും ഭയങ്കര പാവമായിട്ടുള്ള ഭർത്താക്കന്മാരായിരിക്കും, ഭയങ്കര സ്നേഹമായിരിക്കും, അവർ വരും, ഇവരെ കാണും, ടേക്ക് കെയർ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പം ഇവരാച്ചാൽ അവരെ ഫിസിക്കലിയൊക്കെ ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്തിട്ടുണ്ടാവും ഈ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരൊക്കെ. അപ്പോൾ ഞങ്ങൾ പറയും, ഞങ്ങൾ ഗേൾസൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾ പറയും, എന്തല്ലേ അവർക്കൊക്കെ അങ്ങനത്തെ ഭർത്താക്കന്മാരെ കിട്ടുന്നുണ്ട്, നമുക്കൊക്കെ കാണാൻ കറിയിൽ ഉപ്പ് പോരാറിന് അടിക്കണ ഭർത്താക്കന്മാർ, അതിൻ്റെ പേരിൽ ഒഴിവാക്കണ ആണുങ്ങളെയോ നമുക്കൊക്കെ കിട്ടുക, ഇവർക്ക് കിട്ടണ നോക്ക്, ഇതെന്താണ് ഇങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ള ആൾക്കാർ കിട്ടണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ സ്റ്റോറി ഇയാളോട് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, ആ ആണുങ്ങൾ പാവമായതുകൊണ്ടാണോ നിനക്ക് തോന്നുന്നത് അവരിപ്പോഴും ആ ഭാര്യമാരെ കാണാൻ വരുന്നത്? ഞാൻ പറഞ്ഞു, ആ മേ ബിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇയാൾ പറഞ്ഞാൽ അതുകൊണ്ടല്ല, ബോർഡർക്കാരുടെ പ്രണയം അങ്ങനെയാണ്, അവരാ പ്രണയം തരുമ്പോൾ അത്രയും പ്രണയം നമുക്ക് തരിക, നമുക്ക് വേണ്ടി മരിക്കുക അവർ റെഡിയാന്നുള്ളൊരു സാധനം. ആ ഒരു എനിക്ക് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് ട്രോമ ബോണ്ടിങ് പോലെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പ്രണയത്തിൻ്റെ പുറത്ത് ആ പ്രണയം അവരനുഭവിച്ചുകൊണ്ടാണ് പിന്നെ ഇവരെത്ര അബ്യൂസീവും കാര്യങ്ങളാണെങ്കിലും ഇവരെ വിട്ടു പോവാണ്ട് അവരെ ടേക്ക് കെയർ ചെയ്യണം, അവരെ സ്നേഹിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഇവർക്ക് വരുന്നത് എന്നുള്ള രീതിയിൽ എനിക്കത് ഭയങ്കര സംഭവമായി തോന്നി. കാരണം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിരുന്നില്ല. എനിക്കത് പെട്ടെന്ന് വന്ന് അങ്ങനെ സൈഡിനെ പറ്റി ഞാൻ ചിന്തിച്ചില്ലല്ലോ, അങ്ങനെയായിരുന്നു. ശരിക്കും എന്താണ് ഈ ബോർഡർ ലൈനൊക്കെ ഇപ്പോൾ കൂടുതൽ കണ്ടുവരുന്നുണ്ടോ? ഓ, ബോർഡർ ലൈനൊക്കെ കൂടുതൽ കണ്ടുവരുന്നുണ്ട്. ബോർഡർ ലൈന് എത്ര ട്രേറ്റ്സിൽ എത്ര എണ്ണം വന്നാലാണ് അത് ഉണ്ട് എന്നാണ് പറയാൻ പറ്റുക? നമ്മൾ 4 5 കൂടുതൽ വരുമ്പോൾ പേഴ്സണാലിറ്റിയാണ്. ഇപ്പോൾ എനിക്കൊക്കെ ബോർഡർ ലൈൻ ട്രൈറ്റ്സേ ഉള്ളൂ. ട്രൈറ്റ്സ് പറഞ്ഞാൽ 1 2 3 ട്രൈറ്റ്സ് ഒക്കെ ഉണ്ടാവണതാണ് ട്രൈറ്റ്സ്. ഒരു 4 5 അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡർ, BPD ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് തന്നെ പറയും. അപ്പം എന്താണ് ശരിക്കും ഇങ്ങനത്തെ ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഓ, അത് നമുക്ക് പേഴ്സണലി ഫീൽ ചെയ്യും ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരായിട്ടാന്നുള്ളതായി. ഭയങ്കര ടോക്സിക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇതിൽ നമുക്ക് അവരുടെ ടോക്സിസിറ്റി ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള, എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് അറിയില്ല. പിന്നെ നമുക്കൊക്കെ എനിക്കൊക്കെ പെട്ടെന്ന് ബോർഡർ ലൈൻകാരെ മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഫിസിക്കലി അവരെ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇപ്പോൾ നല്ല ബോർഡർ ലൈനുള്ള ആൾക്കാരൊക്കെ വെച്ചാൽ കൈ നിറച്ചിങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടാവും, ബ്ലേഡ് എടുത്തിട്ട് ആ മുറിവ് സെൽഫ് മ്യൂട്ടേഷൻ എന്നറിയാം അത് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവരുടെ ബോഡിയിലൊക്കെ അവർ അത് ചെയ്തിട്ടുണ്ടാവും. അവർ അവെയർ ആവോ അവർക്ക് ഇതുണ്ട് എന്നുള്ളത്? അത് ഇൻസൈറ്റ് അവർ നോർമലല്ല, അവർക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളത് അവർക്ക് ഓൾറെഡി അറിയണ്ടാവും. പിന്നെ അധിക കേസിൽ അവർ ചിലപ്പോൾ ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനോ തെറപ്പിസ്റ്റിനൊക്കെ ഏതെങ്കിലും പോയിന്റിൽ പോയി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് ബോർഡർ ലൈനാണ്, അങ്ങനെ ഇൻസൈറ്റ് ഉള്ളവരുണ്ടാവും. പിന്നെ കുറച്ചും കൂടി ഇൻസൈറ്റ് ഉണ്ടെങ്കിൽ കുറേയൊക്കെ സുഖമാണ്. അറ്റ്ലീസ്റ്റ് നമുക്കറിയാലോ ഇന്നതുകൊണ്ടാണ് എനിക്ക് ഈ തോട്ടും കാര്യങ്ങളും വരുന്നത് എന്നുള്ളൊരു മിനിമം എന്തെങ്കിലും ഉണ്ടല്ലോ. പിന്നെ നമുക്കത് മാറ്റണം. ഇപ്പം ഞാൻ ആർസിസ്റ്റാണെന്നുള്ളത് ഞാൻ ഇൻസൈറ്റ് ഉണ്ടെങ്കിലാണ് ഓക്കെ എൻ്റെ ഈ ആക്ഷനൊക്കെ അതിൻ്റെ പുറത്ത് വരുന്നതാണ്, ഇത് നോർമൽ അല്ലാതെങ്കിലും എനിക്ക് ചിന്തിക്കാൻ തോന്നുള്ളൂ. അല്ലാത്ത സമയത്ത് ഞാൻ അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, എന്താണ് ഞാൻ ചെയ്തതിൽ തെറ്റ്, ഇതല്ലേ ശരി എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കും. ഞങ്ങൾ മനസ്സിലാക്കണ ഒരു ആൾക്ക് പ്രത്യേകിച്ച് പേഷ്യൻസിനൊക്കെ ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര സംഭവമാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ ഒരു 50% ജോലി അവിടെ കഴിഞ്ഞിട്ട് പിന്നെ അയക്കുള്ളത് ചെയ്യാനേ ഉള്ളൂ. കാരണം ഇൻസൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കാർ ഈ തെറാപ്പി കൗൺസിലിങ്ങിനൊക്കെ റെസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇൻസൈറ്റ് ഉണ്ടെങ്കിൽ അവർ കുറേ കൂടി കോപ്പറേറ്റീവ് ആയിരിക്കും. അതൊക്കെ ഉണ്ട്. ഇൻസൈറ്റ് വരിക ശരിക്കും ഭയങ്കര ഒരു ബ്ലെസ്സിങ് മാതിരിയല്ലേ എന്തുണ്ടെങ്കിലും. അതിങ്ങോട്ട് കാണുക എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ നിന്നിട്ട് നമുക്ക് പിന്നെ മനസ്സിലാവുമല്ലോ ഇതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ നാർസിസം ആയിക്കോട്ടെ, ആൻറ്റി സോഷ്യൽ ആയിക്കോട്ടെ, ബോർഡർ ലൈൻ ആയിക്കോട്ടെ, പാരനോയിഡ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമുക്ക് ഓൾറെഡി ഇൻസൈറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ പറ്റി ഒരുപാട് പഠിക്കാൻ പറ്റും. അതായത് നമ്മൾ ആ അസുഖത്തെ പറ്റി ഒരുപാട് പഠിക്കുക. ഓക്കെ, ഇങ്ങനെ അസുഖമുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യും, ഇന്ന രീതിയിലായിരിക്കും. ഒരുപാട് കേസ് സ്റ്റഡിയൊക്കെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു അവയർനെസ് കിട്ടും നമ്മളെ പറ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ കൂടി സെൽഫ് കൺട്രോളിന് ഒരു അത് ഇൻഫ്ലുവൻസ് ചെയ്യും, മീൻസ് ഹെൽപ്പ് ചെയ്യും തോന്നിട്ടുണ്ട്. പിന്നെ ഇത് കൂടുതൽ ഇതിനെപ്പറ്റി പഠിച്ചു കഴിഞ്ഞാലും ഭയങ്കര കൺഫ്യൂസിങ് അല്ലേ?
അങ്ങനെ വരില്ലേ? കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ആയിട്ടുണ്ടാവും. അതുണ്ടാവും. മനസ്സിലായി? ഇപ്പൊ envious അല്ലേ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ലൈഫിൽ പലപ്പോഴും envious ആയിട്ടുണ്ട്. അതെ, എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ നമ്പൂരി പശുവിനെ തല്ലാൻ പോയ കഥയാണ്. അതായത് തല തെച്ചാൽ തല മർമ്മാണ്, അപ്പൊ വയറ്റിലടിച്ചാൽ വയറ് മർമ്മാണ്, എവിടെ അടിച്ചാലും മർമ്മാണ്. അതിനോടൊക്കെ തല്ലണില്ല എന്നുള്ള തീരുമാനത്തിൽ പോരില്ലേ. അതേപോലെയാണ് ഓവറായിട്ട് സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിലും അവെയർ ആയാലും ഇത് കേടാണ് അത് കേടാണ് ഭയങ്കര കേടാന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഇപ്പം ഇവിടെ ദീപേച്ചിൻ്റെ ഒക്കെ കുട്ടീൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ കുട്ടിക്ക് ട്രോമയോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കെയർ. അപ്പം ഞാൻ പറഞ്ഞു ഓവർ കെയർ കൊടുത്തു കഴിഞ്ഞാലും പ്രശ്നമല്ലേ? ടോക്സിക് പോസിറ്റിവിറ്റി ആണ് സാധനമല്ലേ? പോസിറ്റിവിറ്റി ഭയങ്കര പ്രശ്നമാണല്ലോ. പ്രശ്നമല്ലേ? ഈ ഇത് തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ സ്ട്രെസ്സിന് ഭയങ്കര നെഗറ്റീവായിട്ടായി കണ്ടിരുന്നു. ഞാൻ സ്ട്രെസ്സിൻ്റെ ഒരു ടെഡ് ടോക്ക് കണ്ടിരുന്നു. ഒരു ഹെൽത്ത് സൈക്കോളജിസ്റ്റ്, അവർ 10-15 വർഷത്തോളമായിട്ട് ഹെൽത്ത് സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യണ ലേഡിയാണ്. അപ്പോൾ അവരുടെ ടെഡ് ടോക്കിൽ പറഞ്ഞുള്ള കാര്യം എന്താ വെച്ചാൽ, അവർ ഇത്രയും കാലം എല്ലാവരോടും പറഞ്ഞിരുന്ന സ്ട്രെസ്സ് നമുക്ക് ഹെൽത്ത് സൈക്കോളജിയിൽ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്യേണ്ടി വരിക സ്ട്രെസ് റിലേറ്റഡ് ആണ്. ഹോസ്പിറ്റൽ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് സ്ട്രെസ് റിലേറ്റഡ് ഒക്കെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് കുറേ ക്ലയൻസിന് കിട്ടുക ആ ഒരു ഏരിയയിലോ. അപ്പോൾ അവരോടൊക്കെ സ്ട്രെസ്സ് ഭയങ്കര ഡേഞ്ചറാണ്, നെഗറ്റീവാണ്, അത് നമ്മളെ ആളെ കൊല്ലണ സാധനമാണ്, സൈലൻറ്റ് കില്ലർ എന്നൊക്കെ പറയുന്നത് ശരിക്കും സ്ട്രെസ്സിനെ നമ്മൾ. അപ്പം കാർഡിയോ വാസ്കുലർ ഡിസീസ് പോലെയുള്ള അസുഖങ്ങളൊക്കെ വരും സ്ട്രെസ് ഉണ്ടെങ്കിൽ. അങ്ങനെയായിരുന്നു അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ റീസെൻ്റ്ലി അവർ കുറച്ച് സ്റ്റഡീസും കാര്യങ്ങളും വെച്ചിട്ട് പറഞ്ഞു, ഇത്ര കാലം ഞാൻ പറഞ്ഞിരുന്നത് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അല്ല, ഈ അവർ ഏതൊക്കെ സ്റ്റഡീസ് പറയുന്നുണ്ട് അത് പ്രകാരം ശരിക്കും നമ്മൾ ആ സ്ട്രെസ്സിലിരിക്കുന്ന സമയത്ത് നമ്മളെ ബോഡി, നമ്മുടെ ഹാർട്ടിലേക്ക് പോണ ബ്ലഡ് വെസൽസിൻ്റെ ഒക്കെ ആ ഇത് ബ്ലഡ് വെസൽസിൻ്റെ എന്താ നമ്മൾ പറയുക, വാൾസൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് എക്സാക്ട്ലി നമ്മൾ കൊറേജ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുന്ന സമയത്തൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി എങ്ങനെയാണോ ആ സമയം അതേപോലെ തന്നെ സ്ട്രെസ്സിൻ്റെ ആ ഒരു സമയത്ത് നിൽക്കുമ്പോഴും നമ്മുടെ ബോഡി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റഡീസൊക്കെ പറയണത് എന്താ വെച്ചാൽ ഇവർ നടത്തിയത് സ്ട്രെസ്സ് കാരണം എത്ര പേര് മരിച്ചു, അതിൽ സ്ട്രെസ്സ് നെഗറ്റീവാണെന്ന് വിശ്വസിച്ചവർ എത്ര പേര് മരിച്ചു, അങ്ങനെ വിശ്വസിക്കാത്ത. അപ്പോൾ ഈ നെഗറ്റീവാണെന്ന് വിചാരിക്കുന്നവരാണ് അധികം ഡെഡ്. അപ്പം നമുക്ക് അതിനോടുള്ള ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. നമ്മളത് ഓക്കെ കറ നല്ലതാണെന്ന് പറയണതിൽ സ്ട്രെസ്സ് നല്ലതാണ്, അത് പോസിറ്റീവ് വേയിൽ അതിൻ്റെ ആറ്റിറ്റ്യൂഡ് എടുത്താൽ പോസിറ്റീവ് വേയിൽ യൂട്ടിലൈസ് ചെയ്താൽ ഇതാവും എന്നുള്ളതാണ്. അപ്പോൾ അവരൊരു എക്സാമ്പിൾ പറയണത് 996 നിന്ന് 7 കുറച്ചിട്ട് കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. 996 നിന്ന് 7 കുറയ്ക്കുക, 989, പിന്നെ 7 കുറയ്ക്കുക. നമ്മൾ പെട്ടെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കണക്ക് പറയുമ്പോൾ നമ്മൾ ചെറുതായി സ്ട്രെസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് സ്ട്രെസ്ഡ് ആവണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബോഡി അലേർട്ടാവും, ബോഡിയിലെല്ലാം വേണ്ട പ്രവർത്തനങ്ങളൊക്കെ രക്തോട്ടം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അത്യാവശ്യം സ്ട്രെസ്സ് വരുമ്പോൾ അത് നമ്മൾ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിൽ പോസിറ്റീവ് രീതിയിൽ ആ സ്ട്രെസ്സിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ സ്ട്രെസ്സ് ഡേഞ്ചറാണെന്ന് പറഞ്ഞാൽ അതിനെ നെഗറ്റീവാണ് പറഞ്ഞാൽ നെഗറ്റീവ് പറഞ്ഞതാക്കണോണ്ടാണ് നമ്മൾ അവരെ അസുഖം വരുത്തിച്ച് മരണത്തിലേക്ക് തള്ളി വീഴണമെന്നുള്ള ഒരു രീതിയിൽ അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ടത്. പിന്നെ അതിനെ നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതാണ്. സ്ട്രെസ് ഉണ്ടാവും, അപ്പോൾ സ്ട്രെസ് ഭയങ്കര ഡേഞ്ചറാന്ന് പറഞ്ഞിട്ട് അതിന് ഭയങ്കര അവയർനെസ് കൊടുക്കേണ്ട. ഇനി വന്ന സ്ട്രെസ്സിനെ നമുക്ക് എങ്ങനെ പോസിറ്റീവ്ലി യൂട്ടിലൈസ് ചെയ്യാം, ആ സാധനം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നെഗറ്റീവിനേക്കാളേറെ പോസിറ്റീവായി. എന്തെങ്കിലും മെത്തേഡുകൾ എന്തെങ്കിലും ഉണ്ടോ സ്ട്രെസ്സിനെ അങ്ങനെ പിടിക്കാൻ? ഈ പറഞ്ഞെനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായിട്ടോ. ഇപ്പൊ സ്ട്രെസ് പ്രൊഡക്റ്റീവ് ആണെന്നുള്ള സാധനമുണ്ട്. പ്രൊഡക്റ്റീവാണ്. സ്ട്രെസ് ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് നാളെ പരീക്ഷ ഉണ്ട് എന്നുള്ള സ്ട്രെസ്സിന്റെ പുറത്ത് നമ്മൾ ഇരുന്ന് പഠിക്കണം. ആ സ്ട്രെസ് ഇല്ലെങ്കിൽ ഒരു സാധനം എപ്പോഴും അല്ലെങ്കിൽ ഞങ്ങൾ സ്ട്രെസ് പഠിക്കുമ്പോഴും പറയുന്ന ഒരു സാധനം എന്താ വെച്ചാൽ സ്ട്രെസ് വേണം. റിയൽ ലൈഫിൽ നമുക്ക് സ്ട്രെസ് വേണം. സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാം കൃത്യമായിട്ട് ചെയ്യുള്ളൂ. പക്ഷെ സിവിയർ സ്ട്രെസ് ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറാണ്. അപ്പൊ ആ പോയിന്റ് വിടാണ്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പൊ ചെറിയ സ്ട്രെസ്സുകളൊക്കെ ഭയങ്കര സ്ട്രെസ് ആവുന്നുണ്ട്. ലൈക്ക് മറ്റേ ചൈനയിലും ഇവിടെ കിടക്കണില്ലേ ഇത് കെട്ടിവെച്ചിട്ടുള്ള സ്ട്രെസ് ഇല്ലേ, ഈ ബിൽഡിങ്ങിന് ചുറ്റും നെറ്റൊക്കെ കെട്ടി വെച്ചിട്ടുള്ള സ്ട്രെസ് കൊടുക്കുന്നുണ്ടല്ലോ. സ്ട്രെസ് പ്രൊഡക്റ്റീവ് ആണല്ലോ. അപ്പോൾ ഫുള്ള് എംപ്ലോയീസിന് ഫുൾ ടൈം സ്ട്രെസ് കൊടുത്താലോ അത് പ്രശ്നം. അത് ഇതാണ്, അത് അമിതായ അമൃതും വിഷം എന്ന് പറഞ്ഞാൽ എത്ര എല്ലാ സാധനം നല്ലതാണ് പറഞ്ഞാലും ഡേഞ്ചറാണത്. അതെ, കോർപ്പറേറ്റ് കൾച്ചറിലൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സ്ട്രെസ് എപ്പോഴും നിരന്തരമായിട്ടുള്ള സ്ട്രെസ്സാണ്
അപ്പോൾ എനിക്ക് എന്താണ് ഇവർ നല്ലൊരു വർക്ക് എൻവയോൺമെന്റ് ആക്കിയാലല്ലേ പ്രൊഡക്റ്റീവ് ആവുക. ശരിക്കും നല്ല വർക്ക് എൻവയോൺമെന്റ് ആക്കി കഴിഞ്ഞാൽ ആൾക്കാർ ലേസി ആവുക ചെയ്യുക. സ്ട്രെസ് എന്ന സാധനത്തിലാണ് കൊടുക്കണം. ആ സ്ട്രെസ് അതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ സൈക്കോളജിയിലൊക്കെ അവർ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് പറയും, ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കുക. ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കുക എന്നുള്ള സ്ട്രെസ് കൊണ്ട് അവരത് ചെയ്യും. പക്ഷെ അത് കഴിഞ്ഞ് ഇൻസെൻറ്റീവ്സ് പറഞ്ഞിട്ട് സാധനം കിട്ടും. അപ്പോൾ പോസിറ്റീവ് റിവാർഡാണ് കിട്ടുന്നത് അവർക്ക്. അപ്പോൾ ആ പോസിറ്റീവ് റിവാർഡ് കിട്ടുമ്പോൾ അത് എന്താണ്, ഓൾറെഡി പോസിറ്റീവായി മീൻസ് ഒരു സാധനം ഇൻകം കിട്ടുന്നുണ്ട്, എന്നാൽ ഒരു അറ്റ് എ ടൈം നമ്മൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, എന്നാൽ ഓവർ സ്ട്രെസ്സിക്ക് പോകുന്നില്ല. ആ ഒരു രീതിയിൽ നല്ല രീതിക്ക് അറിഞ്ഞിട്ട് വേണം കൺട്രോൾ ചെയ്ത് ചെയ്യാനല്ലേ. ശരിക്ക് നല്ല വലിയ വലിയ കമ്പനികളിലൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇൻഡസ്ട്രിയൽ സൈക്കോളജിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരത് കൃത്യമായിട്ട് ചെയ്യും. എക്സ്പേർട്ടായിട്ടുള്ള അതിൽ നല്ല നോളജുള്ള ആൾക്കാരൊക്കെ ഉണ്ട് എങ്കിൽ അവരൊക്കെ ഇന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ എംപ്ലോയീസ് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവില്ല, ഇന്നത് ചെയ്താൽ പ്രൊഡക്റ്റീവ് ആവുക, അതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞതിനനുസരിച്ച് ചെയ്ത്. ഇൻഡസ്ട്രിയൽ സൈക്കോളജി അല്ലേ? ഇൻഡസ്ട്രിയൽ സൈക്കോളജി അല്ലെ ഓർഗനൈസേഷണൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയും. ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ OB എന്ന് പറയും. അത് പഠിച്ചവർ ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്ത് ഭയങ്കര ഇതുണ്ട്. പിന്നെ ഇതല്ലാണ്ട് ഇപ്പോൾ ബിസിനസ് സൈക്കോളജി പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. ഈ ബിസിനസ് സൈക്കോളജി പറഞ്ഞ കൈൻഡ് ഓഫ് എക്കണോമിക്സിൽ ബിഹേവിയർ എക്കണോമിക്സ് എന്നൊക്കെ പറഞ്ഞൊരു ഏരിയ ഉണ്ട്. സൈക്കോളജി എക്കണോമിക്സും മിക്സ് ആയിട്ട് ബ്ലെൻഡ് ചെയ്ത് വരുന്നൊരു ഏരിയ. ആ ഒരു ഇതാണ്, അതായത് ബിസിനസ്സിൽ നമ്മൾ സൈക്കോളജി യൂസ് ചെയ്യുക. അത് ഏറെ ഈ ഇൻഡസ്ട്രിയൽ സൈക്കോളജി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ അഡ്വർടൈസ്മെന്റ് സൈക്കോളജിയും കാര്യങ്ങളൊക്കെ പഠിക്കും. എനിക്ക് തോന്നുന്നത് അത് കുറച്ചും കൂടി ഈ ബിസിനസ് സൈക്കോളജിയിലാണ് ഏറെ യൂസ് ചെയ്യുക എന്നുള്ളത്. സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് ചെയ്യല്ലേ. ഇപ്പോൾ അതായത് ഇവർ പറഞ്ഞിട്ടുള്ള ഈ ബിസിനസ് സൈക്കോളജിയിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ 1-2 കാര്യം എന്ന് വെച്ചാൽ, ആളുകൾക്ക് ലാഭം വരും എന്നറിയണതും നഷ്ടം വരും എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടം വരുന്ന ആളുകൾക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയില്ല. ലാഭം ചിലപ്പോൾ വേണ്ടിയില്ല, പക്ഷെ നഷ്ടം ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതിന് എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് ഈ UK ഒരേ സാധനത്തിന് തന്നെ 2 കമ്പനിക്കാർ ചെയ്തെന്താ വെച്ചാൽ, ഒന്ന് നിങ്ങളിത് ഇൻസുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര $, ലാഭം കിട്ടുന്നതാണ് ഒരു കമ്പനി പരസ്യം കൊടുത്ത്. മറ്റേ കമ്പനിക്കാർ പറഞ്ഞത് നിങ്ങളിത് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഇത്ര $, നഷ്ടം വരും എന്നുള്ളതായിരുന്നു വർഷത്തിൽ. അവർക്കാണ് ഏറ്റവും സാധനം പ്രൊഡക്റ്റ് നഷ്ടം വരും എന്ന് പറഞ്ഞത്. അപ്പോൾ അതെന്താ വെച്ചാൽ കൈൻഡ് ഓഫ് എനിക്ക് ആ നഷ്ടം ലാഭം അതിങ്ങനെ അതിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്. കാരണം ആളുകൾ ലാഭത്തിനേക്കാളും നഷ്ടം വരുന്നതാണ് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തെന്നുള്ളതൊക്കെ അതിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നത്. പക്ഷേ എനിക്ക് അതിലേക്കാളേറെക്ക് ഇത് തോന്നിയിട്ടുള്ളത് ഫിയർ അപ്പീലിംഗ് ആണ്. ഫിയർ അപ്പീൽ ചെയ്യണം, മനസ്സിലായി? ഇപ്പൊ നമ്മൾ അഡ്വർടൈസ്മെന്റുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമ്മളെ കൊണ്ട് എന്ത് പറഞ്ഞിട്ട് പേടിപ്പിക്കുക, ഫിയർ അപ്പീൽ ചെയ്തിട്ട്. നമ്മൾ ബസ് കയറി ഇങ്ങനെ കഷം പൊന്തിച്ച് നിൽക്കുമ്പോൾ കഷത്തിലെ സ്മെല്ല് സഹിക്കാൻ വയ്യാണ്ട് ആൾക്കാർ ഇറങ്ങി ഓടുന്നതാണ് പരസ്യം. അപ്പോഴാണ് നമ്മൾ ഇതിന് അണ്ടർആം സ്പ്രേ കാര്യങ്ങൾ എന്തിനാണ് അതിന്റെ ആവശ്യം? പക്ഷെ നമ്മളത് മേടിച്ച് ഉപയോഗിക്കണുണ്ട്. ആ പരസ്യം കാണുമ്പോൾ നമ്മളത് ഞാൻ ബസ് പോയി ഇനി കൈ വന്നിച്ച് നിൽക്കണാണല്ലോ, ആൾക്കാർ ഓടും. ഇതിനെ പറ്റി ആ ഒരു ആളുകൾ ആ ഒരു അൺകംഫർട്ടബിൾ ആക്കും. പിന്നെ എനിക്കറിയാം എൻ്റെ പല സുഹൃത്തുക്കളും ഇത് ഭയങ്കരമായിട്ട് ഉപയോഗിക്കും. അപ്പം ഞാൻ ചോദിക്കുന്നത് എന്തിനാണ്? കാരണം പെർഫ്യൂം എന്ന് പറയുന്നത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള സാധനമാണ്. നമ്മുടെ സ്കിന്നിന് തൊടാൻ പാടില്ലാത്ത സാധനമാണ് പെർഫ്യൂം. ഇനിയിപ്പോൾ നമ്മൾ പെർഫ്യൂം അടിച്ചാലും ഡ്രസ്സിൽ അടിക്കണം ഓക്കെ, പക്ഷേ ബോഡിയിൽ ടച്ച് ഈവൻ പെർഫ്യൂം കണ്ടന്റ് ഉള്ള സ്കിൻ കെയർ പ്രോഡക്റ്റ് ഹെയർ കെയർ പ്രോഡക്റ്റ് പോലും യൂസ് ചെയ്യാൻ പാടില്ല. അത്രയും ഡേഞ്ചർ, അത്രയും സ്കിന്നിന് കേടാണത്. അപ്പം ഞാൻ ഇപ്പോൾ നമുക്ക് ഫ്രാഗ്രൻസ് ഫ്രീ എന്ന് പറഞ്ഞിട്ടാണ്, ഫ്രാഗ്രൻസ് എന്നാണല്ലോ അവരതിന് കൊടുക്കുക, അല്ലെ പെർഫ്യൂം ഫ്രാഗ്രൻസ് ഫ്രീ പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റുകൾ നല്ല നല്ല കമ്പനിക്കാർ ഇറക്കുന്നുണ്ട്. അത് ഞാൻ അതിനെപ്പറ്റി പഠിക്കാൻ, കാരണം എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പം എൻ്റെ സ്കിന്നിന് പെർഫ്യൂമുള്ള സാധനങ്ങളൊക്കെ ഇതാക്കിയ ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് ഭയങ്കര വെറുതെ ഇരിക്കുമ്പോൾ തന്നെ സ്കിന്ന് നീറാൻ തുടങ്ങും. അപ്പം ഞാനത് ഈ ഫ്രാഗ്രൻസ് ഫ്രീ പ്രോഡക്റ്റ് യൂസ് ചെയ്തതിനു ശേഷമാണ് എൻ്റെ സ്കിന്നൊക്കെ ഇമ്പ്രൂവ് ആയത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര ഡേഞ്ചർ ഉള്ളതാണ്, ഞാനൊക്കെ ഫ്രാഗ്രൻസ് ഫ്രീ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മാക്സിമം ഇത് ഇനി സ്പ്രേ കാര്യങ്ങളൊക്കെ വേണം ഉപയോഗിച്ച്, പക്ഷേ ബോഡി ടച്ച് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ആൾ പറഞ്ഞെന്താ വെച്ചാൽ ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്, ആൾക്കാരുടെ ഇടയിൽ പോകുമ്പോൾ എൻ്റെ നാറോ സ്മെല്ലുണ്ടാവും. അപ്പോൾ ഓൾറെഡി ആളുകൾക്ക് ചെറിയൊരു ഇതുണ്ടാവും, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് ഈ പരസ്യം കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ചിന്ത ഇല്ലാത്ത ആൾക്കാർക്ക് ഈ പരസ്യം കാണുമ്പോൾ എന്ത് ചെയ്യും, ആ ഒരു ചിന്ത വരാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ഫിയർ അപ്പീൽ ചെയ്തിട്ടാണ് ഇവർ പ്രൊഡക്റ്റ് വിൽക്കുന്നത്.
മനസ്സിലായില്ലേ? മനസ്സിലായി. ന്യൂ ഫിയർ അൺലോക്ക് എന്ന് പറഞ്ഞാൽ ചില വീഡിയോസ് കാണാം. ഇനിയിപ്പോ അതും പേടിക്കണല്ലോ. അതെ അതെ അതെ, ഫിയർ അപ്പീലിംഗ് ആണ് എല്ലാം. ഇപ്പൊ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണ ആലോചിച്ചൊക്കെ ഫിയർ അപ്പീൽ ചെയ്തിട്ടാണ് നമ്മൾ. ഇപ്പൊ നമ്മൾ കുറെ സൈക്കോളജി മെന്റൽ ഹെൽത്ത് പറഞ്ഞിട്ട് ചെയ്യണില്ല. ബട്ട് നമ്മളൊക്കെ വളർന്ന രീതി ചെറുപ്പത്തിൽ കുറെ ഫിയർ കിട്ടിയിട്ട് ഫിയർ അപ്പീലിംഗ് ആണ്. ഈവൻ എല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ ഫിയർ അപ്പീലിംഗ് ആണ്. ഇപ്പൊ പണ്ടത്തെ കുഞ്ഞു കുഞ്ഞു വിശ്വാസങ്ങളായിക്കോട്ടെ, ഇപ്പം കടുക് കളഞ്ഞ വീട്ടിൽ കലഹം വരും, കാലാട്ടിയാല് അച്ഛനമ്മയ്ക്ക് അപകടമാണ്, ഇതൊക്കെ തലയ്ക്ക് അത് ഫിയർ. അതെന്താ കാലാട്ടരുത് പറഞ്ഞു കഴിഞ്ഞാൽ കാലിന്റെ ചോട്ടിലാണ് പണ്ട് ഭരണിയും കുപ്പിയൊക്കെ വെക്കുക. നമ്മൾ ഇരുന്ന് ആട്ടി കഴിഞ്ഞാൽ അത് വീണ് പൊട്ടും. അത് കാരണവന്മാരോടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കൊന്നുമില്ല. അതേസമയം ആ ഫിയർ നമ്മൾ അപ്പീൽ ചെയ്യാണ്. കാലാട്ടി കഴിഞ്ഞാൽ അച്ഛനമ്മയും മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ ഒരു പേടി വരും. കാരണം ഓൾറെഡി കുട്ടികളാണ്, അതിന്റെ ഫാക്ട് എന്താണ് സയൻസ് എന്താണെന്നൊന്നും ആരും ആലോചിക്കൊന്നുമില്ല. അപ്പം ആ പേടിയിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ഞാൻ അത് കാരണം എനിക്ക് എപ്പോഴും ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ കാലാട്ടുന്ന ആളാണ്. എനിക്ക് കാലാട്ടം പേടി ചെയ്യുന്നു. ഞാൻ എത്ര കാലം പേടി കാരണം കാലാട്ടാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നടന്നിട്ടുണ്ടെന്ന് അറിയാം. അതായത് ഇങ്ങനെ ഇരുന്നങ്ങനെ കാലാട്ടാൻ തോന്നും എന്താകുമ്പോൾ. അതേസമയം കാലാട്ടിയാൽ അച്ഛനമ്മയ്ക്ക് എന്തെങ്കിലും ഡേഞ്ചർ വരുമോ എന്നുള്ളത്. അപ്പം ആ ഫിയർ അപ്പീൽ ചെയ്തിട്ടാണ് നമ്മൾ എല്ലായിടത്തും എല്ലാം ലേൺ ചെയ്യിപ്പിക്കണം, എല്ലാം ചെയ്യണത്. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ യൂസ് ചെയ്യണത് അഡ്വർടൈസ്മെന്റ് ഇൻഡസ്ട്രിയാണ് എന്നുള്ളത്. ഞാൻ വാങ്ങുന്ന ചില സാധനങ്ങൾ ഞാൻ ചിലത് നമ്മൾ വെറുതെ വാങ്ങുമല്ലോ, നമ്മൾ അറിയണില്ല നമ്മൾ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ വാങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കാൻ ഇതിപ്പോ എന്തിനാ ഞാൻ വാങ്ങിയത് എന്ന് ആലോചിക്കുമല്ലോ. അങ്ങനെ ഈ മറ്റേ സാധനങ്ങൾ എന്താ ഈ സർവൈവൽ ടൂൾസ് ഇല്ല, നമ്മൾ സർവൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഒന്നുമില്ലാതെ പെടുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പോകുന്ന സാധനങ്ങൾ. അപ്പൊ ഇതിന്റെ അഡ്വർടൈസ്മെന്റ് ഈ പറയുമ്പോൾ ആലോചിക്കണം, ഇതിന്റെ അഡ്വർടൈസ്മെന്റ് വരുന്നത് ഇവിടെ എല്ലാം സംഭവിച്ചിട്ട് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാൽ പരസ്യമൊക്കെ നോക്കിക്കണ്ട് നമ്മള് നല്ല പേസ്റ്റ് ഉപയോഗിക്കണ എന്താ വയനാറ്റം പേടിച്ചിട്ടാണ്. അതാണ് അതിന്റെ പരസ്യം. വയനാറ്റം വരും, അല്ലെ മഞ്ഞ പല്ലുകൾ ഡേഞ്ചറാണ്. ഞാൻ കേട്ടിട്ടുള്ളത് മഞ്ഞപ്പല്ല് അത്ര വലിയ വൈറ്റ്നെസ് ഉള്ള പല്ലുകളാണ് അൺഹെൽത്തി എന്നുള്ളതാണ്. കുറച്ചൊക്കെ ഇളം ലൈറ്റ് മഞ്ഞ നല്ലതാണ്. പക്ഷെ അവർ പരസ്യം ചെയ്യുമ്പോഴെന്താണ് ആ ഒരു ഫിയർ അപ്പീൽ ചെയ്തിട്ടാണ്. മഞ്ഞപ്പല്ല് പറഞ്ഞ കറുള്ളതാണ്, അൺഹെൽത്തിയാണ്. ഹെൽത്തി പല്ലുകൾ കൃത്യമായിട്ട് പല്ലേക്കുന്ന ഒരാളുടെ അല്ലെ വൃത്തിയുള്ള ഹൈജീനിക് ആയിട്ടുള്ള ഒരാളുടെ വെള്ള പല്ലുകളാണ് എന്നുള്ള ഫിയർ അപ്പീൽ ചെയ്തിട്ടാണ് അവർ പ്രൊഡക്റ്റ് വിൽക്കുന്നത്. പിന്നെ വേറെ ഇതിൽ ബിസിനസ് സൈക്കോളജിയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം ഞാൻ വായിച്ചെന്താ വെച്ചാൽ, ഈ ബിസിനസ് സൈക്കോളജിയിൽ ആക്ച്വലി ബിഹേവിയർ എക്കണോമിക്സ് ആണ് എന്നാണ് എക്കണോമിക്സ് ആര് പഠിക്കുന്ന ഒരു സാധനമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സൈക്കോളജി മിക്സ് ചെയ്യുന്ന സംഭവമാണിത്. അതിൽ ഒരു പ്രിൻസിപ്പിൾ അവർ പറയണത് എന്താ വെച്ചാല്, ഒരു ബ്രെഡ് കമ്പനിക്കാർ ഇപ്പൊ ജർമ്മനിയിലൊക്കെ നമുക്ക് ഇവിടെ റൈസ് ഉപയോഗിക്കണേൽ അവരൊക്കെ ബ്രെഡാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അവര് ബ്രെഡ് എന്താ ഇതിന് പറയുക, ബ്രെഡിന്റെ മെഷീനാണ് അവർ മേടിക്കുക, നമ്മൾ റൈസ് കുക്കറൊക്കെ ഉപയോഗിക്കണേ. അപ്പൊ ആദ്യം ഒരു കമ്പനിക്കാർ എത്ര $200 $700 അങ്ങനെ എത്ര രൂപേൻ്റെ $200 തോന്നുന്നു ബ്രെഡ് ഉണ്ടാക്കണ മെഷീന് അവർ സെയിലിന് വെച്ചു. കുറേ കാലം അത് സെയിലായി പോയില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഒരു രാത്രിക്ക് അതിനേക്കാളും കുറച്ചും കൂടി സൈസുള്ള ഇത് വെച്ചിട്ട് $700 മറ്റേ സെയിലിന് വെച്ച് $700 മീൻസ് രൂപയല്ല ഡോളർ. ഒരു രാത്രി കൊണ്ട് ആ $200 അത്രയും കാലം സെയിലാവാത്ത സാധനം സെയിലായിപ്പോയി. അപ്പം അതിന് സൈക്കോളജി അവരെന്താ പറയണെന്ന് വെച്ചാൽ ആൾക്കാർ കമ്പയർ ചെയ്തു. അതിനേക്കാൾ കുറച്ചും കൂടി സൈസുള്ള, പക്ഷെ അതിന് 700 ഉണ്ട്, ഇത് കുറച്ച് ചെറുതാണെങ്കിൽ 200 ഉള്ളൂ. അപ്പം ആളുകൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് മേടിക്കണല്ലോ ലാഭം. ആ സാധനത്തിൽ നിന്നാണ് അതുവരെ ഒന്നുപോലും വിറ്റ് ചെയ്യാത്തവർക്ക് ഒരു രാത്രി കൊണ്ട് എത്രയോ വിറ്റ് ചെയ്യാണ് ചെയ്തത് ആ ഒരു സാധനം. അപ്പം ചെറിയ ചെറിയ സിമ്പിൾ ടെക്നിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സെയിൽസ് ബിസിനസ്സൊക്കെ നടക്കുക. അതാണ് ഞാൻ ബിസിനസ് സൈക്കോളജിയിൽ മെയിനായിട്ട് പഠിക്കുന്നത്. ഭയങ്കര രസമാണ്. ബിഹേവിയർ എക്കണോമിക്സ് പഠിക്കുന്നുണ്ടോ ബിസിനസ് സൈക്കോളജി? ഞങ്ങൾ എന്താണ് ഇവിടെ ഞങ്ങളുടെ ക്ലിനിക്കിൽ ഇത് ബിസിനസ് സൈക്കോളജി ബിസിനസ്സുകാർക്ക് എന്റർപ്രനേഴ്സിനൊക്കെ നമ്മളൊരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനായിട്ട് കോഴ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സാർ പറഞ്ഞു കുറച്ച് പഠിക്കാൻ. അപ്പോൾ ഞാൻ ഇൻഡസ്ട്രിയൽ സൈക്കോളജി ആയതുകൊണ്ട് എന്നോട് കാര്യമായിട്ട് പഠിക്കാൻ പറഞ്ഞിരുന്നു. അപ്പം ഞാനതിൽ ഈ ബിസിനസ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് ഈ ബിഹേവിയർ എക്കണോമിക്സ് ആണ് കാര്യമായിട്ട് നോക്കുന്നത്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് നോക്കിയത്. അപ്പം ഞാൻ നോക്കില്ല, ഞാൻ അതിനിടയിൽ നോക്കിയിരുന്നു. അപ്പം നേരം കിട്ടാത്തതുകൊണ്ട് നോക്കിയിട്ടില്ല. അപ്പം ഞാൻ വായിച്ച കാര്യങ്ങൾ അതൊക്കെ അത് അതിന് വേണ്ടിയിട്ട്
ശരിക്കും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ഈ ഒരു ഏരിയ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ക്ലിനിക്കലി ഇൻട്രസ്റ്റഡ് ആയിട്ട് സൈക്കോളജിക്ക് വന്നത്. പക്ഷേ എനിക്കിപ്പോൾ ക്ലിനിക്കൽ വെച്ച് ബാക്കി എല്ലാം ഇൻട്രസ്റ്റഡ് ആക്കുന്നുണ്ട്. ബിസിനസ് ഫോറൻസിക് ഇൻഡസ്ട്രിയിലൊക്കെ ഭയങ്കര എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട്. ക്ലിനിക്കൽ മാത്രം എക്സൈറ്റ് ചെയ്യിക്കാത്ത ഭയങ്കര എക്സോസ്റ്റിംഗ് അല്ല ചില സമയത്ത്. ഞാൻ നമ്മളെ കൂടെ ഒക്കെ ഉള്ള ഒരു കുറേ കാലം ക്ലിനിക്കിൽ വർക്ക് ചെയ്തിട്ട് പിന്നെ അവർ ടീച്ചിങ്ങിക്ക് വരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചാൽ നമ്മളൊക്കെ ക്ലിനിക്കിക്ക് പോകാനാണ്, കാരണം പൈസയും കാര്യങ്ങളൊക്കെ ഇൻകം ഒക്കെ നോക്കുമ്പോൾ ലാഭം ക്ലിനിക്കിൽ നിൽക്കുന്നത്. അപ്പോൾ ഒരു പറഞ്ഞ വയ്യ ഇനി ഇത്ര കൊളത്ത് കൂടുതലൊന്നും ഈവൻ എംഫിലൊക്കെ കഴിഞ്ഞ് വരുന്നവർ വരെ പിന്നീട് ടീച്ചിങ് ഫീൽഡിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും നിങ്ങളിങ്ങനെ എംഫിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എന്താ? അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഒരു പോയിന്റ് കഴിയുമ്പോൾ കഴിയണില്ല, മെൻ്റലി എടുക്കാൻ കഴിയണില്ല, ഭയങ്കര ഇതാവുന്നുണ്ട്. ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരാഴ്ചത്തെ ഇൻറ്റേൺഷിപ്പിൽ തന്നെ ഒരാഴ്ചയല്ല, ഇൻറ്റേൺഷിപ്പിൽ പോയിട്ട് ഒരാഴ്ചയല്ല ഞാൻ ഡിസൈഡ് ചെയ്തു ക്ലിനിക്കൽ ഫീൽഡിൽ ചത്താലും ഞാൻ പോവില്ല എന്നുള്ള സാധനം. കാരണം എനിക്കൊരു തരത്തിൽ എടുക്കാൻ പറ്റില്ല. അത് ഞാൻ എംഫിലൊക്കെ പഠിച്ച് ഞാൻ എനിക്ക് ഇറങ്ങിയിട്ടത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ചിട്ട് എനിക്കറിയില്ല ഞാൻ സർവൈവ് ചെയ്യുന്നത്. വെറുതെ താല്പര്യത്തിൽ മാത്രം പറഞ്ഞാൽ പോലെ സ്കില്ലും കാര്യങ്ങളും വേണം. പിന്നെ എനിക്ക് കുറേയൊക്കെ ക്ലിനിക്കലിന് വേറെ ഒരു മൈൻഡ് സെറ്റ് വേണം. ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യാൻ നമ്മൾ മെൻ്റലി ഭയങ്കര ഞാൻ എക്സോസ്റ്റഡ് ആയിരുന്നു, ഭയങ്കരമായിട്ട് മെൻ്റലി ഡ്രൈ ആവണ അവസ്ഥ. അതായത് വൈകുന്നേരം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞ് വന്ന് വീട്ടിലെത്തുമ്പോൾ മെൻ്റലി ഡ്രൈ ആവണ ഒരവസ്ഥ. ആ ഒരു അവസ്ഥയൊക്കെ ഇല്ലാതെ ചെയ്യാൻ കുറച്ച് എനിക്ക് പിന്നേക്ക് കുറേ തോന്നിയിട്ടുള്ളത് കുറച്ചൊക്കെ ഒരു സൈക്കോപാത്തൊക്കെ ക്ലിനിക്കിൽ കുറച്ചും കൂടി സുഖമായിരിക്കും എന്നുള്ളതാണ്. അതായത് എന്നെ സംബന്ധിച്ച് എമ്പതി ഭയങ്കര എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഫോറൻസിക് ക്രിമിനൽ വയലൻസ് കേൾക്കുമ്പോൾ എമ്പതിൻ്റെ പ്രശ്നമല്ല, ഞാൻ ഓക്കെയാണ് അതിൽ. എനിക്കറിയില്ല അത് എൻ്റെ ആ ഒരു ടോക്സിക് പാർട്ട് അതിനെ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ക്ലിനിക്കൽ കേസിൽ വരുമ്പോൾ നേരെ തിരിച്ചാണ്. ഞാൻ രാവിലെ കുളിച്ച് ഫ്രഷായിട്ട് ഹോസ്പിറ്റലിലേക്ക് കയറി ചെല്ലുകയാണ്, ആ നെഗറ്റീവ്സിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഓൾറെഡി ചെറുപ്പം മുതലേ ഹോസ്പിറ്റൽ ആ സെറ്റിങ് ആ എൻവയോൺമെൻറ്റ് ഇഷ്ടമല്ല, അതൊക്കെ മേ ബി അഫക്റ്റ് ചെയ്യുന്നുണ്ടാവാം. അവിടെ ചെന്നിട്ട് ഞാൻ പേഷ്യൻസിനെ കാണുകയാണ്, ആളുകൾ സഫർ ചെയ്യണം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പേഷ്യൻസിനോട് സംസാരിക്കുമ്പോഴും ഇൻട്രാക്ട് ചെയ്യുമ്പോഴും കുഴപ്പമില്ല, ബട്ട് അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനോട് നമ്മൾ സംസാരിക്കും. കാരണം നമുക്ക് പേഷ്യൻസിനെ പറ്റി ഡീറ്റെയിൽ കിട്ടണേ അവരോട് സംസാരിക്കണം. അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കിയുള്ളത് പേഷ്യൻസിനെ സംബന്ധിച്ച് അവർ വല്ലാണ്ട് സഫർ ചെയ്യണില്ല. അവർ റിയാലിറ്റിയിൽ അല്ലാത്തടത്തോളം കാലം അവരൊന്നും സഫർ ചെയ്യണില്ല, അവർ ആ അസുഖമായിട്ട് അങ്ങനെ പോവുകയാണ്. സഫർ ശരിക്കും ചെയ്യണ ഇവരുടെ ബൈസ്റ്റാൻഡേഴ്സ്, അവരുടെ പാർട്ട്നേഴ്സ്, വീട്ടിലുള്ളവരാണ്. അവർ ഭയങ്കരമായിട്ട് അപ്പോൾ അവരുടെ സങ്കടവും കാര്യങ്ങളൊക്കെ അവർ നമ്മളെ കാണുമ്പോൾ അവർക്കത് ആരോടെങ്കിലും പറയണ്ട. അപ്പോൾ അവരത് പറഞ്ഞിറക്കുമ്പോഴല്ലോ ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ചിന്തിക്കുന്നതാ, എന്തിനാ നമ്മൾ ഇത്രയൊക്കെ സഫറിങ്സ് അനുഭവിക്കണത്? ലൈഫ് എന്താ അൺഫെയർ-ആണ്, എന്തിനാണ് ഞാൻ അങ്ങനെ ജീവിച്ചിരിക്കുന്നത്? എനിക്ക് ഭയങ്കര സൂയിസൈഡ് തോട്ടും ഡിപ്രസീവ് തോട്ട്സ് ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി. അതിലൊരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു ഓക്കെ ക്ലിനിക്കൽ എൻ്റെ ഫീൽഡല്ല. പക്ഷെ ഞാൻ ഫോറൻസിക്ക് പോയ സമയത്ത് വയലൻസ്, ഭയങ്കര കൊലപാതകം, അതിൻ്റെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണും. അതൊക്കെ കാണുമ്പോൾ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. എനിക്കൊരു സങ്കടം, അൺഫെയർ അങ്ങനെയൊന്നുമില്ല. മേ ബി നമുക്ക് ആ ക്രിമിനൽസ് ആയിട്ടുള്ള ആളുകളോട് ഒരു അയ്യോ പാവം ആ സാധനം തോന്നാത്തതുകൊണ്ടോ തോന്നുന്നു ഞാൻ നല്ല ഫോറൻസിക് ഏരിയയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്ലിനിക്കൽ ഏരിയയിൽ നമുക്ക് അവരെ കാണുമ്പോൾ അയ്യോ പാവം എമ്പതിയൊക്കെ ഭയങ്കരമായിട്ട് വരുമ്പോൾ എനിക്കത് വൈകുന്നേരം വരുമ്പോൾ ഭയങ്കര മെൻ്റലിക്ക് ഞാൻ ഭയങ്കര ഡ്രൈ ആയിരിക്കും. പക്ഷേ ഫോറൻസിക്കിലൊക്കെ ഇത് അത്ര വർക്ക് ചെയ്യുമ്പോഴേക്കും മെൻ്റലി ഡ്രൈ ആവുന്ന അവസ്ഥ അതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ എക്സൈറ്റഡ് ആണ്, ഓക്കെ മേ ബി അത് ഇതെങ്ങനെ ക്രാക്ക് ചെയ്യാം, ആ ഒരു സാധനമൊക്കെ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടാവാം. അപ്പോൾ ക്ലിനിക്കിൽ പറഞ്ഞാൽ അങ്ങനെ ക്രാക്ക് ചെയ്യുക എന്നുള്ളൊരു സംഭവമില്ലല്ലോ. ഇപ്പോൾ ഇയാൾക്ക് ഇന്നതാണ് ഏതാണ് അസുഖം എന്നൊന്ന് ഡയഗ്നോസ് ചെയ്താൽ മതി, ഡയഗ്നോസ് ചെയ്ത് പിന്നെ ട്രീറ്റ്മെൻറ്റിന് അതിൻ്റെ പ്ലാന് കാര്യങ്ങൾ അങ്ങനെ ആയിട്ട് പോവാം. ഫോറൻസിക്കിൽ പറഞ്ഞപ്പോൾ ഇയാൾ ക്രിമിനലാണ്, അയാൾ പറയുന്നത് നോണയാന്നുള്ള അത് പ്രൂവ് ചെയ്യിക്കാറുള്ളൊരു പസിൽസ് സോൾവ് ചെയ്യണം. ആ ചാലഞ്ചിങ് ആണ്. ആ ചാലഞ്ചിങ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. മേ ബി അതൊക്കെ ആയിരിക്കും, ആ ഒരു ഇതും ഉണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ ലൈഫിലെ ഞാൻ എടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ഞാൻ ക്ലിനിക്കിൽ നിന്ന് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ക്ലിനിക്കിൽ വെച്ച് ഞാൻ എല്ലാം പഠിക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയിൽ പഠിച്ചു, ഇപ്പോൾ ബിസിനസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഫോറൻസിക് പഠിച്ചു, ഇനി വേറെ എന്തെന്നുള്ളതാണ് നോക്കിക്കൊണ്ടിരിക്കണം. ഇനിയിപ്പോൾ ഞാൻ PhD നോക്കുമ്പോൾ ഞാൻ കോഗ്നിറ്റീവ് ഈ മെമ്മറി ഇംപ്ലാന്റഡ് മെമ്മറിയിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, മെമ്മറി എറേസിലൊക്കെ. അപ്പോൾ ഞാൻ ആ ഏരിയയിൽ PhD ചെയ്യാച്ചാൽ ഞാൻ കോഗ്നിറ്റീവ് സൈക്കോളജി കാര്യമായിട്ട് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ക്ലിനിക്കിൽ വെച്ച് ബാക്കിയുള്ള ഏരിയ പക്ഷേ ഞാൻ പഠിപ്പിക്കുന്ന ക്ലിനിക്കിലാണെങ്കിലും പിന്നെ ക്ലിനിക്കിലാണെങ്കിൽ ഞാൻ പക്ക ക്ലിനിക്കൽ അതിലല്ല, മീൻസ് ഞാൻ പിള്ളേരെടുക്കുമ്പോൾ എടുക്കുന്ന പേപ്പർ പേഴ്സണാലിറ്റി അങ്ങനെ. ഫോറൻസിക്കിൽ ഞാൻ മെയിനായിട്ട് പഠിച്ച സോഷ്യൽ സൈക്കോളജി അങ്ങനത്തെ ഏരിയാസൊക്കെയാണ് ഞാൻ പിള്ളേരെ എടുപ്പിക്കുന്നത്. ബട്ട് ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിയിലാണ് പഠിപ്പിക്കുന്നത് മാത്രം. പഠിത്ത നല്ല കേസുകളും ഫോറൻസിക് സൈക്കോളജിസ്റ്റിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് അത് അങ്ങനെ തോന്നിയല്ലോ ഉണ്ടായിട്ടുണ്ടോ?
ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഇതിലൊക്കെ ആ ഒരു നെറ്റ്ഫ്ലിക്സിൽ പുതിയൊരു ഇത് വന്നിട്ടുണ്ടല്ലോ, ഒരു മോള് പാരൻസിനെ എന്താണ് ഹിറ്റ്മാനെ കൊണ്ട് കൊല്ലിക്കുന്ന ഒരു സാധനം. എന്താ പേര്? എന്താണ്, അയ്യോ പേര് മറന്നുപോയി ഞാൻ. എന്തോ ഒരു കേസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിഷ് ലിസ്റ്റിൽ ഇട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. കാണണം, കൊറേ സാധനം എന്റെ പെൻഡിങ്ങിൽ ഇരിക്കുന്നുണ്ട്, കണ്ടിട്ടില്ല. സ്പോയിൽ ചെയ്ത ഞാൻ എനിക്കൊന്നും വിഷയമല്ല, ഞാൻ ഫുള്ള് കഥ കേട്ടാലും കാണാൻ തോന്നിച്ച് പോയിരുന്നു കാണും. ഞാൻ ഇന്ന് എന്താണ് പോസിറ്റീവ് അഡിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനത്തിനെ പറ്റി നോക്കിയിരുന്നു. കേട്ടിട്ടുണ്ടോ? ഇല്ല. പോസിറ്റീവ് അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് അഡിക്ഷൻ നമുക്ക് ഉണ്ടാക്കാമല്ലോ. എന്താ വില്യം ഗ്ലാസറോ അങ്ങനെ ഒരു ആളാണിത് മുന്നോട്ട് വെക്കുന്നത്. അത് പറഞ്ഞാൽ നമുക്ക് ഒരു സാധനം പോസിറ്റീവ് അഡിക്ഷൻ ഉണ്ടാക്കാൻ 6 സ്റ്റെപ്പുകളാണ് പറയുന്നത്. അതുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. ഒന്ന് 1 മണിക്കൂർ അത് ഒരു ദിവസം ചെയ്യണം. പിന്നെ അത് എന്താ പറയുക ഇവിടെ കോമ്പറ്റിറ്റീവ് ആവരുത്. കോമ്പറ്റിറ്റീവ് ആവാത്തൊരു സാധനം 1 മണിക്കൂർ ഒരു ദിവസം ചെയ്യാൻ പറ്റണം. പിന്നെ എന്താണ് ഈസിലി ചെയ്യണം. ഇത് സ്ട്രെയിന് പാടില്ല, മെൻ്റൽ സ്ട്രെയിന് പാടില്ല, ഈസി ആയിട്ട് ചെയ്യണം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, മറക്കാതിരിക്കുക. പിന്നെ എന്താ പറയുക, അധികം നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണം, അല്ലെങ്കിൽ നമുക്ക് വല്ലപ്പോഴും ആൾക്കാരെ കൂട്ടി ചെയ്യാം, അങ്ങനത്തെ ഒരു സാധനമായിരിക്കണം. അങ്ങനെ ഈ ഒരു 6 കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഫിസിക്കലി, മെൻ്റലി, സ്പിരിച്വലി നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുന്ന സാധനമാവണം. പിന്നെ എന്താ പറയുക, അത് നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് തന്നെ വിശ്വാസം വരണം. പിന്നെ വേറൊരാൾ പറഞ്ഞു തന്നിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല, നമുക്ക് തന്നെ മനസ്സിലാവണം ആ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുന്നുണ്ടോ ഇല്ല. നമ്മളാണ് അനലൈസ് ചെയ്യേണ്ടത്. ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും, വേറെ ആൾ പറഞ്ഞിരല്ല വേണ്ടത്. ആ ഇമ്പ്രൂവ് ആയിക്കണമെന്ന് പറയല്ല, നമ്മൾ ഞാൻ ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന് മനസ്സിലാവുന്നൊരു സാധനമാവണം. അത് ഇമ്പ്രൂവ് ചെയ്യുന്നതോട് കൂടി നമുക്ക് ബെറ്റർ ആവുന്നുള്ളൊരു വിശ്വാസം വേണം. ലാസ്റ്റ് പറഞ്ഞ ക്രിട്ടിസൈസ് ചെയ്യരുതെന്ന്. അത് ക്രിറ്റിസിസത്തിൻ്റെ ഇത് പാടില്ല, അതായേ പറ്റൂ, അങ്ങനെ ഇതില്ല. അങ്ങനൊരു ഇത് സ്ഥിരമായിട്ട് അങ്ങനത്തെ ഒരു സാധനം കണ്ടുപിടിച്ചിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഇതാക്കി കഴിഞ്ഞാൽ പോസിറ്റീവ് അഡിക്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അല്ല, ഇപ്പം ഈ പോസിറ്റീവ് അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തിനോടാണ് അഡിക്ഷൻ എന്നാ പറയണത്? അത് ഇപ്പോൾ ഫുള്ളായിട്ട് വരുമ്പോൾ ഇയാൾ പറയണത് എന്താ വെച്ചാൽ, ആൾക്കാർ ഈ ലൈഫിലെ സ്ട്രഗിൾസും സ്ട്രെസ്സൊക്കെ വരുമ്പോൾ ആൾക്കാർ വേഗം ഗിവപ്പ് എന്നുള്ള 3 ഓപ്ഷനിലേക്ക് വേഗം പോകുന്നതാണ് പറഞ്ഞത്. ഗിവപ്പ്, പിന്നെ ആ ഗിവിങ് അപ്പ് കഴിഞ്ഞാൽ പിന്നെ എന്താ ബ്ലെയിമിങ് അല്ലേ, ആ ചോയ്സ് എടുക്കുകയാണ്. അതായത് ഈവൻ ഇപ്പോൾ കറക്റ്റ് ഫുള്ളായിട്ട് പറഞ്ഞു തരണത്. അതായത് ഇപ്പം എങ്ങനെയാ വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു സ്ട്രെസ്സ് വരികയാണ്, അപ്പോൾ നമുക്ക് 3 ഓപ്ഷൻ, അയാൾ പറയണത് 3 ഓപ്ഷനാണ് വീക്കായിട്ടുള്ള ആൾക്കാർ എടുക്കുക എന്നുള്ള രീതിയിലാണ് അയാൾ പറയുന്നത്. ഒന്ന്, ഫസ്റ്റ് ഗിവിങ് അപ്പ്, പറ്റൂല, ഇട്ടിട്ട് പോവുക. സെക്കൻഡ് എന്താണ്, നമ്മൾ വേണ്ടാത്തൊരു ചോയ്സ് എടുക്കും, അതല്ലാത്ത. ഇപ്പം ഈവൻ അയാൾ പറയുന്നത് ഡിപ്രഷൻ വരെ ചോയ്സാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഡിപ്രഷൻ ചൂസ് ചെയ്യണം നമ്മൾ, ഓക്കെ എന്നെ കൊണ്ട് പറ്റൂല, അങ്ങനെയാണ് ഇയാൾ പറയുന്നത് കേട്ടോ, ഗ്ലാസർ. പിന്നെ 3-മത്തെ ഇയാൾ പറയുന്നത്, ഇനി ഇതല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ, ഏതെങ്കിലും ഡ്രഗ് ആയിട്ടും നമ്മൾ കണക്ട് ചെയ്യും. അപ്പം എന്താണ്, നമുക്ക് ഒന്നും ചെയ്യണ്ട, നമ്മളാ ഇരുന്നോടത്തിരിക്കുക, നമ്മളെ ഹാപ്പിനെസ് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുക എന്നുള്ള ആ സ്റ്റേജിലേക്ക് പോവാണ്. അപ്പം അതിനെ ടാക്കിൾ ചെയ്യാനാണ് ഇത് പറയുന്നത്. നമുക്ക് ഈ ഒരു ബ്രെയിനിൻ്റെ ഇത് സിസ്റ്റം റീവയർ ചെയ്തിട്ട് പോസിറ്റീവ് അഡിക്ഷൻ കൊണ്ടുവന്നാൽ ഒന്നും കൂടി ബെറ്ററായിട്ട് നമുക്ക് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യാനും ഇതാക്കാനും പറ്റും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു മെത്തേഡ് ഇയാൾ ഇട്ടതാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആഷ്ന പറഞ്ഞപ്പോഴാണ് ഞാൻ പോസിറ്റീവ് അഡിക്ഷൻ. അപ്പോൾ ബുക്കും അതിനെ പറ്റി ഇങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമില്ലല്ലോ, നൈസാണ്. അപ്പോൾ പറയണത് എന്താ വെച്ചാൽ, നല്ല രീതിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ നെഗറ്റീവ് അഡിക്ഷൻ ഓരോന്ന് നമ്മളെ ശരീരത്തിൽ കയറി, ഒരു അഡിക്ഷനായിട്ട് തന്നെ അത് കയറിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെ ടാക്കിൾ ചെയ്യാൻ ശരിക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പം ഞാൻ ഇന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അത് കുഴപ്പമില്ലല്ലോ. പോസിറ്റീവ് അഡിക്ഷൻ പോസിറ്റീവായി കാണുന്ന പോലെ സ്ട്രെസ് ഉണ്ടായി കണ്ടാൽ നല്ലതാണ്. അതേപോലെ അതെ. ഈ ഇപ്പോഴത്തെ കേട്ടിരുന്നു മറ്റേ അമേരിക്കയിലുള്ള, മറ്റേ ഞാൻ മുമ്പേ പറഞ്ഞതാണ്, അമേരിക്കയിലുള്ള ഈ പൈസക്കാരുടെ മക്കളുടെ പൈസ കൊണ്ട് എല്ലാം കൊണ്ട് ഓക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് മക്കളെ നോക്കുമ്പോൾ അവരൊക്കെ ക്ലിനിക്കൽ ഡിപ്രഷനിലും ഇതിലൊക്കെയാണ്.
അപ്പോൾ എന്താ റീസൺ നോക്കുമ്പോൾ അവർ പറഞ്ഞ സ്ട്രെസ്സിൻ്റെ കുറവാണെന്ന് പറഞ്ഞത്. നീ പറഞ്ഞപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. സ്ട്രെസ് ഇല്ലാതെ എല്ലാം ഈസി ആയിട്ട് വളർന്നിട്ട് അവർക്ക് ലൈക്ക് ലൈഫിലെ സ്ട്രെസ്സുകൾ വരുമ്പോഴാണല്ലോ നമ്മൾ സ്ട്രോങ് ആവണമെന്നാണ് പറഞ്ഞത്. നീ ഇപ്പം അതാണല്ലോ പറഞ്ഞേ, സ്ട്രെസ് എത്ര ഇമ്പോർട്ടൻ്റ്. ശരിക്കും സ്ട്രെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റ് എന്നുള്ള അല്ലേ? അതെ. അതുപോലെ ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ എപ്പോഴും പറയും നമുക്കൊരു ലക്ഷ്യബോധം വേണം, സ്വപ്നം കാണണം, ഒരുപാട് വലിയ ഡ്രീം ഇതായാലേ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഡ്രീമിനൊന്നും കുറവുണ്ടായിരുന്നില്ല. ബട്ട് നമുക്കത് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും ചിലപ്പോൾ നമ്മളെ ഫിനാൻഷ്യലി ആയിക്കോട്ടെ അല്ലെ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട്, ഇപ്പോഴത്തെ ഫാമിലി കണ്ടീഷൻ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ചിലപ്പോൾ നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമ്മുടെ ഉള്ളം കയ്യിൽ കിട്ടിയിട്ട് അത് പോകണ അവസ്ഥയൊക്കെ വരും. പക്ഷേ അതൊക്കെ ഭയങ്കര പോസിറ്റീവ് ഡ്രീം വേണം, ഇതൊക്കെ വേണമെന്ന് ആൾക്കാർ നമ്മളെ പഠിപ്പിക്കും. പക്ഷെ അത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടിയില്ലെങ്കിൽ എങ്ങനെ ഫെയിലിയർ അല്ല നഷ്ടം എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ള ആരും പറഞ്ഞു തന്നിട്ടില്ലേ. എന്നെ സംബന്ധിച്ച് ഞാൻ ഡ്രീമൊക്കെ കാണാൻ പഠിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ 10 പഠിക്കുമ്പോഴേക്കും ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് കിട്ടിയിരുന്നു. അതായത് അതെ, ഞങ്ങൾ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ അന്ന് ഈ ഫുൾ A+ ആണ് ലൈഫിലെല്ലാം ആ സാധനമായിരുന്നു. അപ്പോൾ അന്നത്തെ ഞങ്ങളുടെ HM എന്താ ചോദിച്ചാൽ അതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ 10 പഠിക്കുമ്പോൾ ഞങ്ങൾക്കൊരു 10 ക്ലാസ്സെങ്കിലും മിനിമം മോട്ടിവേഷൻ ക്ലാസ് കിട്ടിയിരുന്നു. ഒരു ദിവസമൊക്കെ ഉച്ച വരെ ഒരാൾ, ഉച്ചയ്ക്ക് ശേഷം വേറൊരാൾ, അങ്ങനെയൊക്കെ മോട്ടിവേഷൻ ക്ലാസ് കിട്ടി. ഇത് അല്ലാണ്ട് മുനിസിപ്പാലിറ്റി ചിലപ്പോൾ 10ാം ക്ലാസ്സിലെ പിള്ളേർക്ക് മോട്ടിവേഷൻ ക്ലാസ്, കൗൺസിലിംഗ് ക്ലാസ് പറഞ്ഞിട്ട് അത് വേറെ അറ്റൻഡ് ചെയ്തു. ആകെ മോട്ടിവേറ്റഡ് ആയി. അപ്പോൾ ആ സമയത്ത് എന്താണ് അവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ, ഇങ്ങനെ ഡ്രീം, നമുക്കൊരു ലക്ഷ്യബോധം വേണം, കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ സീരിയസ് ആയിട്ട് ലക്ഷ്യബോധം വെക്കണം, ഡ്രീമൊന്നും കുറച്ച് കാണണം, കുറച്ച് വലുതായിട്ട് ഡ്രീം കാണാനൊക്കെ തുടങ്ങി. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ലൈഫിലെ എല്ലാ പോയിന്റിലും ഞാൻ ആഗ്രഹിച്ചായിരിക്കും ഇങ്ങനെ ഡ്രീം നേടി ലാസ്റ്റ്, അതായത് ആ ഹില്ലിൻ്റെ ടോപ്പിലെത്തണ മൊമെൻറ്റിലാണ് നമുക്കത് നഷ്ടപ്പെടുന്നത്, അല്ലെ അത് നേടാൻ പറ്റുന്നില്ല എന്നുള്ളൊരിത്. അപ്പോൾ നമ്മൾ കുറേ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹില്ലിൻ്റെ ടോപ്പ് വരെ എത്തി, ഹില്ലിൻ്റെ അങ്ങോട്ടേക്ക് കയറാൻ കഴിയണില്ല, ആ ഒരു അവസ്ഥയിലെത്തി. അപ്പോൾ ഭയങ്കരമായിട്ട് തകർന്നു പോയൊരവസ്ഥ ഉണ്ടായിരുന്നു. അതായത് നമുക്കത് പ്രത്യേകിച്ച് നമ്മളൊരു പോയിന്റ് പോലും നമ്മൾ ഫെയിലിയർ ആവാണ്ട് അത് നേടിയെടുത്ത് വെട്ടിപ്പടിച്ച് നേടി അവിടെ എത്തുന്ന മൊമെൻറ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്കൈ ലീവ് ചെയ്തൊരവസ്ഥ വരുന്നത്. അപ്പം ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ, സൂയിസൈഡൽ തോട്ടിലേക്ക് ഞാൻ പോയിരുന്നു. അപ്പോഴേക്ക് ഞാൻ അതിനെപ്പറ്റി പിന്നീട് ചിന്തിച്ചപ്പോഴേക്ക് തോന്നിയത് എന്താ വെച്ചാൽ, എന്നെ എല്ലാവരും സ്വപ്നം കാണാൻ പഠിപ്പിച്ചു, പക്ഷെ ആരും എന്നെ ഫെയിലിയർ ഫേസ് ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ല, ആരും എന്നെ പഠിപ്പിച്ചു തന്നിട്ടില്ല. പിന്നെ നമ്മൾ പിന്നെ അത്രയും ട്രോമയിലൂടെ വന്നുകൊണ്ട് സ്വയം ലേൺ ചെയ്ത് പഠിച്ചു. അതിപ്പോൾ അങ്ങനെ അല്ലാത്ത ഒരാളാണ്, ഇപ്പോൾ ഈ പറഞ്ഞ സ്ട്രെസ് ഒന്നും അനുഭവിക്കാത്ത ഒരാളാണെങ്കിലോ അയാൾ നേരെ സൂയിസൈഡിനെ പറ്റിയൊക്കെ ചിന്തിക്കുക, അതിലേക്ക് പോവുക എന്നല്ലാണ്ട്, അല്ലെ അയാൾക്ക് ഡിപ്രഷൻ വരും എന്തായാലും. അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് നിന്ന് മനസ്സിലാക്കിയുള്ള ഒരു കാര്യം, ഡ്രീമും കാര്യങ്ങളൊന്നും പഠിക്കാൻ പഠിച്ചില്ലെങ്കിലും ഫെയിലിയറിനെ ഫേസ് ചെയ്യുക ഒരാളെ പഠിപ്പിക്കണം, അത് മസ്റ്റാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ അല്ലേ? ഭയങ്കര വലിയ പോയിന്റായി പറഞ്ഞത്. കാരണം സക്സസ് നമ്മളെ ഈഗോനെയാണ് ബൂസ്റ്റ് ചെയ്യുക. നമ്മൾ ടോപ്പാണ്, ഞാൻ ജയിക്കുന്നു, ഞാൻ ടോപ്പാണ്, എല്ലാം തരും, ഒക്കെ തരും. പക്ഷെ ഫെയിലിയേഴ്സ് എന്നാണ് നമ്മൾ പഠിക്കുക. കാരണം എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് വീണത്, നമ്മൾ അവിടെ നമ്മൾ അനാലിസിസ് നടക്കും, നമ്മൾ നല്ല രീതിക്ക് അനലൈസ് ചെയ്യും, നമ്മൾ അങ്ങനെ എനിക്ക് തോന്നി കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഫെയിലിയർ വന്ന് ചിലപ്പോൾ പിന്നെ നമുക്കൊരിക്കലും മുന്നോട്ട് പോകാൻ പറ്റിയെന്ന് വരില്ല. കാരണം നമ്മൾ വിചാരിച്ച അല്ല, റിയാലിറ്റി എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. നമ്മൾ എത്ര ആഗ്രഹിച്ചാലും ചിലപ്പോൾ നമ്മുടെ കണ്ടീഷൻസ്, ഫിസിക്കലായിക്കോട്ടെ, ഇതായിക്കോട്ടെ, ഏത് എക്കണോമിക്കലായിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ആ ഡ്രീം അച്ചീവ് ചെയ്യാണ്ട് ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ടി വരും ഇപ്പോഴത്തെ അവസ്ഥയിൽ. അപ്പോൾ ആ കറന്റ് മൊമെന്റ് എൻജോയ് ചെയ്യാൻ നമ്മൾ പഠിക്കണം, അതിൽ തൃപ്തിപ്പെടാൻ പഠിക്കണം. ഞാൻ അതൊക്കെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് അതൊന്നും പറ്റാണ്ട്. ഞാൻ ഇപ്പോഴാണ് അതൊക്കെ ലേൺ ചെയ്ത് വരുന്നത്. പക്ഷെ എൻ്റെ കഴിഞ്ഞ 2-3 കൊല്ലം എന്ന് പറഞ്ഞാൽ ഞാൻ അതില്ലാതെ വേസ്റ്റാക്കിയ 3 കൊല്ലമായിരുന്നു. അപ്പോൾ നമ്മൾ ഓക്കെ അച്ചീവ് ചെയ്തില്ലെങ്കിൽ ഓക്കെ, 3 ആയില്ലേ,
അതില് സന്തോഷം കണ്ടിരിക്കുക. നമ്മൾ കുന്നോളം ആഗ്രഹിച്ച കുന്നിക്കുരുവോളെങ്കിലും കിട്ടിയല്ലോ. അത് അഷ്ണ പറയുന്ന ഡയലോഗ്. എനിക്ക് അവളാണ് ആദ്യമായിട്ട് ആ സാധനം പറയുന്നത്. അവളെപ്പോഴും ഡ്രീം ഹെൽത്ത് എന്തെങ്കിലും പറയും ശ്രുതി 100 കിട്ടണം ആഗ്രഹിക്കുക, 480 കിട്ടുള്ളൂ, കുന്നോളം ആഗ്രഹിച്ചല്ലേ കുന്നിക്കുരുവോളം എന്ന് പറയും. അതിനുശേഷം ഞാൻ എപ്പോഴും അവള് പറയണ ആലോചിക്കും ഇങ്ങനത്തെ എന്ത് സംഭവം വരും, കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരുവോളെങ്കിലും. ആ കുന്നിക്കുരുവോളെങ്കിലും കിട്ടിയല്ലോ എന്നുള്ളത്, അതിലുള്ളതിൽ തൃപ്തിപ്പെടുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഡ്രീമും കാര്യങ്ങളൊക്കെ വെച്ച് നടക്കണവരെ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആക്കണ ഒരു സാധനം എന്താ വെച്ചാൽ അതുകൊണ്ടായിരിക്കും ഞാൻ എപ്പോഴും ചിന്തിക്കലുണ്ട്. ഫുൾ A+ കിട്ടിയില്ല, 9 ഒരെണ്ണത്തിന് A+ പോയതിൻ്റെ പേരിലൊക്കെ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താ വെച്ചാൽ ഒരു സബ്ജക്റ്റിനല്ലേ നീറ്റിന് അഡ്മിഷൻ കിട്ടിയില്ല സൂയിസൈഡ് ചെയ്യുന്നു. അപ്പം നമ്മളീ പറഞ്ഞ നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം നമ്മളങ്ങനെ ചിന്തിക്കാത്തവർ. പക്ഷെ ഞാൻ ആ ഒരു നമ്മൾ ഡ്രീം അച്ചീവ് ചെയ്യാത്ത മൊമെൻറ്റിൽ നമുക്ക് മനസ്സിലായി ഓക്കെ അവരേതിലൂടെ പോയിട്ടുള്ളത് എന്നുള്ളത്. അപ്പം അവരോട് നീറ്റ് കിട്ടിയില്ലെങ്കിലും ഇത്ര വരെ അച്ചീവ് ചെയ്തില്ലേ എന്നുള്ളൊരു സാധനത്തിൽ നിന്ന് തൃപ്തിപ്പെടാൻ പിള്ളേർ പഠിച്ചിട്ടില്ല, അല്ലെ ആളുകൾ ലേൺ ചെയ്തിട്ടില്ല ഇന്ന്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞ എനിക്കിതൊന്നും വേണ്ട, സ്കൈയാണ് വേണ്ട, ആ സാധനമാണ് എല്ലാവർക്കും. അതാണ് സത്യം. കാരണം എന്താ വെച്ചാൽ നമ്മള് ഇപ്പോൾ എന്താ മൈൻഡ്ഫുൾ ആവുക അല്ലെങ്കിൽ മൊമെന്റിൽ നിൽക്കുക എന്ന് പറഞ്ഞല്ലോ. എനിക്കൊക്കെ ലൈക്ക് ഇപ്പോൾ അടുത്ത കാലത്താണ് എനിക്കും ഞാൻ മൊമെന്റിലാണ് എന്നുള്ള അവസ്ഥയിൽ ഞാൻ ഇപ്പോഴാണ് പ്രസന്റ് എൻജോയ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ എൻ്റെ അമ്മ എപ്പോഴും പറയലുണ്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് വേർഡ് ഫ്യൂച്ചറാണ് എന്നുള്ളത്. കാരണം ഞാൻ എപ്പോഴും പറയും ഫ്യൂച്ചർ എന്താവും. ഞാൻ എപ്പോഴും ഫ്യൂച്ചറിനെ പറ്റി ചിന്തിച്ചിരുന്നത്. എന്നോട് ദിലീപ് എപ്പോഴും പറയും ഈ പ്രസന്റ് എൻജോയ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. ഇപ്പോഴാണ് ഞാനത് എൻജോയ് ചെയ്യാൻ പഠിക്കുന്നത് പ്രസന്റ്. ഞാൻ ഇപ്പോൾ നാളെങ്ങനെ നോക്കിയപ്പോൾ ഞാൻ എപ്പോഴും ഒന്നെങ്കിൽ പാസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും. ഞാൻ അന്നേ കഴിഞ്ഞ കാര്യം ഞാൻ ഭയങ്കര നൊസ്റ്റാൾജിയ ഉള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ ഞാനൊക്കെ +2 ലൈഫ്, ഇന്നലെ ഞാൻ അങ്ങനെ വണ്ടി ഓടിച്ച് വരുമ്പോഴൊക്കെ +2 ലൈഫ് എന്തായിരുന്നല്ലേ മിസ് ചെയ്യുന്നുണ്ട്. അന്ന് +2 പഠിക്കുമ്പോൾ അഡൾട്ടായാൽ മതി, ജോലി കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയിൽ ഇപ്പം ഇനി തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ഇന്നൊക്കെ രാവിലെ വിളിക്കുമ്പോൾ ഞാൻ ആലോചിച്ച് 28 വയസ്സായി, 2 കഴിഞ്ഞ് 30 വയസ്സോ 15 വയസ്സായിരുന്നപ്പോൾ എന്ത് രസമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചെന്ന് വെച്ചാൽ ഞാൻ ഒന്നെങ്കിൽ പാസ്റ്റിലായിരിക്കും അല്ലേ ഫ്യൂച്ചറിൽ. ഞാൻ എന്താ പ്രസന്റ് എൻജോയ് ചെയ്യാത്തത്. ഞാൻ 15 വയസ്സുള്ളപ്പോഴും ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ച് പ്രസന്റ് എൻജോയ് ചെയ്തില്ല. ഇപ്പോഴും ഒന്നേ പാസ്റ്റിനെ പറ്റി ആലോചിക്കുക അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റി, അപ്പോഴും പ്രസന്റ് എൻജോയ് ചെയ്യണില്ല. അപ്പോൾ പ്രസന്റ് എൻജോയ് ചെയ്യുക എന്നുള്ള എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു സ്കില്ല് തന്നെയാണ് നമ്മൾ നേടിയെടുക്കേണ്ട ഒരു സാധനമാണെന്ന് തോന്നിയിട്ടുണ്ട്. മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ ആ മൊമെന്റിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും സ്കില്ല് തന്നെയാണ്. അതെ അല്ലേ? അത് ഭയങ്കര വലിയ സ്കില്ലാണ്, എനിക്ക് അങ്ങനെ തോന്നിയത്. അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഇവിടെ ഫണ്ണായിരിക്കുന്ന സമയത്ത് പോലും ഞാൻ നാളത്തെ വർക്കിനെ പറ്റി അപ്പൊ പോലും എന്തെങ്കിലും ഫ്യൂച്ചറിൽ നടക്കാൻ പോണ ഒരു കാര്യത്തിനെ പറ്റി ഞാൻ ചിന്തിക്കുക. പ്രസന്റ് എൻജോയ് ചെയ്യില്ല. അതാണ് ഞാൻ പറയില്ലേ, എന്നോട് തല താഴ്ത്ത് ഇതാണ് എൻജോയ് പറയുമ്പോഴേക്ക് എനിക്കത് എൻജോയ് ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞില്ലേ. കാരണം ഞാൻ ആ പ്രസന്റ് എൻജോയ് ചെയ്യണില്ല, ഞാൻ ഫ്യൂച്ചറിക്കാണ് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് പറഞ്ഞിട്ടാ നിൽക്കുന്നത്. അടുത്തത് എന്തെന്നുള്ള ആ മൊമെന്റേ അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതാണ്, ചിന്തകളിൽ നിന്ന് മാറിയിട്ട്. ഇപ്പൊ ഞാൻ എന്റെ പാസ്റ്റ് ഒക്കെ നൊസ്റ്റാൾജിയയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കും അന്ന് ഞാൻ പ്രസന്റ് എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളൊരു സാധനമൊക്കെ ഇന്ന് രാവിലെ ഞാൻ റിയലൈസ് ചെയ്തു. ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു കോപ്പിംഗ് മെക്കാനിസം ഒക്കെ ആയിട്ട് കിട്ടിയതായിരിക്കില്ലേ. ഓൺ ദ വേയിൽ നമ്മൾ ബ്രെയിനിനെ അങ്ങോട്ട് ഷട്ട് ഡൗൺ ചെയ്തിട്ട് കൊണ്ടുപോകല്ലേ. നമ്മൾ ഫാന്റസിക്കാണല്ലോ പോകുന്നത്, നമ്മൾ ഡ്രീം വേൾഡിലേക്കാണ് പോകുന്നത്. അവിടെ അത് നമ്മൾ ചെയ്യും നമ്മൾ ഫുൾ ഫാന്റസിയിലാണ്. പിന്നെ റിയാലിറ്റി വന്ന് അടിക്കണം. ഇന്നിപ്പോ ഒരുപാട് റിയാലിറ്റി വന്ന് അടിച്ചടിച്ച് താഴേന്ന് കിടക്കണം. ഞാൻ ഇപ്പൊ നീച്ച് നിവർന്ന് നിന്നിട്ട് ഞാൻ പറയില്ല ഞാൻ കിടക്കണ പൊന്തണില്ല നിവർന്ന് നിന്നു. പിന്നെ ഞാൻ ഈ കിടക്കൂല എന്നുള്ളടത്താണ് ഇപ്പൊ നിക്കണേ. ഇനി അങ്ങോട്ടേക്ക് പോയില്ല, ഇനി മേലേക്ക് പോയാലേ ഉള്ളൂ, താഴത്തേക്ക് പോവില്ല. ആ ഒരു സ്റ്റാൻഡിലാണ് ഇപ്പൊ. സത്യം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവും. നമ്മൾ ശരിക്കും പകുതി ഗ്ലാസ് ഫുൾ തന്നെയാണ്. അതായത് വേറെ ആൾ, പക്ഷെ നമ്മൾ ആ ഹാഫ് എംപ്റ്റീനെ പറ്റി എപ്പോഴും സത്യം. എന്താണ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ശ്രുതി? വേറെന്താ പറയാ, നമ്മൾ ഓക്കെ അല്ലേ? നമ്മൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയതുണ്ടോ? ഞാൻ ഇപ്പൊ ഇത്രയും പറഞ്ഞ പറയണം വന്നല്ലേ. ഞാൻ ഭയങ്കര എംപ്റ്റി ആയിട്ടാ വന്നത്. എന്താ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. എന്താ അതായത് ഞാൻ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോഴാണ് ഓക്കെ ഞങ്ങളോട് പറയുമ്പോൾ ഞാൻ ഇത്രയും കാര്യം ലേൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇത്ര അന്ന് നമ്മൾ പോഡ്കാസ്റ്റ് എടുത്തതിന് ശേഷം ഈ ഗ്യാപ്പിൽ ഇത്രയും കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ നിങ്ങളോട് പറയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതുവരെ അല്ലാണ്ട് ഇപ്പം എന്താ പഠിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു ഞാനെപ്പോഴും എനിക്കൊന്നും അറിയില്ല എന്നുള്ളൊരു സാധനമാണ്. പക്ഷെ ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത്
കുറേ നേരം ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് ഓക്കെ ഞാൻ തന്നെ ചിന്തിക്കുക ഓക്കെ ഇതിനെ പറ്റി ഇത്രയും വിവരം ഉണ്ടോ എന്നുള്ളത്. കാരണം നമ്മൾ 0 ആയിട്ടാണ് എപ്പോഴും വിചാരിക്കുന്നത് നമുക്ക് ഇത്ര അല്ലെ 1% ഒക്കെ വിവരമുള്ളൂ. അതാണ് നല്ലത്. അപ്പോഴേ നമുക്ക് ലേണിംഗ് നടക്കും. അതെ 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 ശരിയാണ് ശരി. നമ്മളെല്ലാം ആയി എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നി. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് എടുക്കുന്ന സമയം പേടിയാണ്. കാരണം വെച്ചാൽ നമ്മള് എല്ലാം തയ്ഞ്ഞ് നിൽക്കല്ലേ. സത്യം ഇപ്പൊക്കെ പണ്ടത്തെ അപേക്ഷിച്ച് കുറേ കൂടി ലേൺ ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു. ഇപ്പൊ എനിക്ക് കുറേ മാറ്റൊക്കെ ഇത് ഫീൽ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ പണ്ടൊന്നും സോഷ്യോളജി അല്ലെ സോഷ്യൽ സയൻസ് ഒന്നും പഠിക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. ഇപ്പം ഞാൻ ചിലപ്പോൾ സൈക്കോളജി തന്നെ കടന്ന് മല്ല് കെട്ടണോണ്ടാവും ഇപ്പം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റഡ് ഏരിയ അതാണ് സോഷ്യോളജി സോഷ്യൽ സയൻസ്. ഞാൻ കൾച്ചർ കാര്യങ്ങളൊക്കെ പണ്ട് അതൊന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാനത് ഭയങ്കര ഇൻട്രസ്റ്റിംഗായിട്ട് നോട്ടീസ് ചെയ്യും. ഈ കൾച്ചർക്കാർ ഇങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ആ കൾച്ചറിൽ അത് അങ്ങനെ ചെയ്ത് അത്. കാരണം കൾച്ചർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സൈക്കോളജിയിൽ. കാരണം എല്ലാവരും അവരുടെ കൾച്ചറിന്റെ ബേസിസിലാണ് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു കൾച്ചറിൽ അഗ്രഷൻ പോസിറ്റീവാണ്, അത് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു കൾച്ചറിൽ അത് നോർമലാണ്. ഇത് അല്ലാത്ത കൾച്ചറിൽ അത് ഭയങ്കര അബ്നോർമലാണ്. അപ്പൊ നമ്മൾ കൾച്ചറിനെ പറ്റി അറിഞ്ഞാലാണ് എന്തുകൊണ്ടാണ് ഈ കൾച്ചറിലുള്ള ആൾക്കാർ അങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ജഡ്ജ് ചെയ്ത് ഞാൻ ഇപ്പോൾ റീസെന്റ് കണ്ടൊരു വീഡിയോ ഒന്ന് ലേൺ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളെ കേരളത്തിന്റെ മതസൗഹാർദ്ദം, നമ്മൾ നോർത്ത് ഇന്ത്യ കേരളത്തിൽ എന്താ എത്ര മതസൗഹാർദ്ദം വന്നെന്നുള്ള ആ ഒരു അതിൻ്റെ ഒരു ഹിസ്റ്ററി സത്യം പറഞ്ഞാൽ എന്നെ അത് ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചിരുന്നു. അതായത് അതിൽ അവർ പറയണെന്താ വെച്ചാൽ ഈ മുസ്ലിം ക്രിസ്ത്യൻസ് വരുന്നതിന് കുറേ വർഷങ്ങൾക്ക് മുന്നേ കേരളത്തിൽ ആദ്യം വന്നിട്ടുണ്ട്. കേരളത്തിലാണ് ആദ്യം വരുന്നത്. ഇവർ ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് വരും. അപ്പോൾ ഈ ബിസിനസ്സിന് വന്ന് അവർ ഇവിടെ വന്നിട്ട് ഇവിടെ കുറേ പേരെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, മുസ്ലിമും ക്രിസ്ത്യനൊക്കെ ആയിട്ട്. അപ്പോൾ ആ സമയം മുതലേ നമ്മൾ കേരളത്തിൽ ഈ മതസൗഹാർദ്ദം ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അന്ന് കേരളത്തിൽ ഈ ബിസിനസ്സിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പറയണത് എന്നെ ഞാൻ ചിന്തിക്കാത്തൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു മുസ്ലിം അല്ല ക്രിസ്ത്യനായിട്ടുള്ള ആൾക്കാർക്ക് ബിസിനസ് ചെയ്യണമെങ്കിൽ അന്ന് ഈ കപ്പൽ മാർഗം വഴിയാണ്. ആ കപ്പൽ പണിതിന്ന് ഹിന്ദു ആയിട്ടുള്ള ആശാരിമാരാണ്. അപ്പോൾ അവർക്ക് സൗഹാർദ്ദത്തിൽ പോയാലാണ് ഇവരുടെ കാര്യങ്ങളും നടക്കുള്ളൂ. ഈ കപ്പൽ പണിയുന്ന ആശാരിമാർക്ക് പൈസയും കിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് ആ സമയം മുതലേ ആ ഫ്രണ്ട്ഷിപ്പ് ഒരു ബിസിനസ്, ശരിക്കും പറഞ്ഞാൽ ബിസിനസ് ഫ്രണ്ട്ഷിപ്പാണത്. അത് വളർന്നിരുന്നു. അത് അന്നേ കേരളത്തിൽ ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ ഇന്നും ആ ഒരു മതസൗഹാർദ്ദം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെത്ര ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര എല്ലാവരും ഒരു വിഭാഗം താഴ്ന്നു കഴിഞ്ഞാൽ ബാക്കി 2 വിഭാഗം താഴും. കാരണം അങ്ങനെ ഇതായിട്ടാണ്. അപ്പോൾ അയാൾ പറഞ്ഞാൽ എന്താ വെച്ചാൽ ഗുജറാത്ത് കലാപം ഉണ്ടായിരുന്ന സമയത്ത് സൂറത്തിലോറ്റാണ് അത്ര എല്ലായിടത്തും മുസ്ലിംസ് ഭയങ്കരമായിട്ട് ഹാം ചെയ്യപ്പെടുന്നുണ്ട്, അവർ കൊല ചെയ്യപ്പെടുക അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാച്ച സൂറത്താ തോന്നുന്നുണ്ട്. സൂറത്തിൽ മാത്രം നടന്നിട്ടില്ല. അന്ന് ഏതൊരു ചരിത്രകാരന്മാരെ അതിനെ വിശേഷിപ്പിച്ച് തന്നെ മരുഭൂമിയിലെ വെള്ളമാണ് സൂറത്ത് എന്നുള്ളതാണ്. കാരണം അവിടെ മാത്രമാണ് മുസ്ലിംസിന് വലിയ സീനില്ലാത്തത്. അപ്പം അന്ന് അയാൾ സ്റ്റഡി നടത്താൻ വന്ന ഈ സോഷ്യോളജിക്കാർ അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ചാൽ അന്ന് അവിടെ നടന്ന മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് അവിടുത്തെ ഹിന്ദുക്കൾ എങ്ങനെ ജീവിച്ചെന്ന് വെച്ചാൽ ഈ മുസ്ലിംസ് ഹജ്ജിന് പോകുമ്പോൾ അവർക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഈ ഹിന്ദുസ് ആയിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ അവിടുത്തെ മുസ്ലിംസ് മരിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ ബിസിനസ്സിലെ പട്ടിണിയായിരിക്കും. സോ അവരാരും അവിടുത്തെ മുസ്ലിംസിനെ ഹാം ചെയ്യാൻ ആ ഒരു സാധനത്തിൽ കൊണ്ടുപോയിരുന്നില്ല. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയെന്നൊരു കാര്യമാണ്. അതായത് ബിസിനസ്സിന് പണത്തിന് മേലെ മതം മറക്കൂല, പരുന്നതല്ല മതം വരെ പോകൂല എന്നുള്ളൊരു സാധനം. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടാവണ കുറച്ചുകൂടി നല്ലതാണ്. കാരണം കോറിലേറ്റ് അതെ 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 അപ്പൊ കുറെ ഡിപ്പെൻഡന്റ് ആയി നിൽക്കണം. അപ്പൊ ഈ കേരളത്തിലെ മതസൗഹാർദ്ദം പോലും ആ ഒരു ഡിപ്പെൻഡൻസിയിൽ വരുന്നതാണ് എന്നുള്ളതാണ്. ഇപ്പൊ അതിൽ അവർ പറയുന്നുണ്ട് നമ്മളെ ആ ഒരു സാറില്ലേ ഇത് നബീനെ പറ്റി എന്തോ ഇതിന്ന് പറഞ്ഞിട്ട് കൈ മുറിച്ച് അയാളെ അറ്റുപോയ ഓർമ്മകളോ അങ്ങനെ എന്താണ് ആ പുസ്തകം. അതിൽ അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അയാൾ പറയുന്നുണ്ട് എന്നാൽ പോലും ജോസഫ് മാഷ് എന്നാൽ പോലും ഇപ്പോഴും കേരളത്തിന്റെ മതസൗഹാർദ്ദം എന്ന് പറയുന്ന ഒരു സ്പൈഡർ വെബിന്റെ അത്ര സ്ട്രെങ്ത് ഉള്ളൂ എന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ ഇത് ഈ ഒരു ഡിപ്പെൻഡൻസ് വരുന്നതുകൊണ്ടാണ്. ബട്ട് സ്റ്റിൽ ആ മതസൗഹാർദ്ദം എന്ന് പറയുന്നത് നമുക്കറിയാം കേരളത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹിന്ദു വിശ്വാസമുള്ള ആൾക്കാരുണ്ട്, ഭയങ്കര മുസ്ലിം വിശ്വാസമുള്ള ആൾക്കാരുണ്ട്, ക്രിസ്ത്യൻ വിശ്വാസമുള്ള ആൾക്കാരുണ്ട്. അവരങ്ങോട്ടും ഇങ്ങോട്ടും കയറി വലിയ രീതിയിൽ അറ്റാക്ക് ചെയ്യാത്ത ഈ ഡിപ്പെൻഡൻ്റ് ചെയ്ത് പോണതുകൊണ്ടാണ്. പക്ഷെ അതിൽ എവിടെയെങ്കിലും ആ ഡിപ്പെൻഡൻ്റ് ആവശ്യമില്ല എന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടീം മറ്റു ടീമിനെ കയറി ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളൊരു സാധനം. അപ്പോൾ ശരിക്കും എന്താണ്
അതെ. അപ്പോൾ ഞാൻ പണ്ടൊക്കെ ഇത് ഈ സാധനം അറിയണതിന് മുന്നേ ഞാൻ വിശ്വസിച്ചിരുന്നത് നമ്മളൊക്കെ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ടാണ്. അതിൽ എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് കേരളം ലിറ്ററസിയിൽ നമ്പർ 1 ആവണമെന്നുള്ളത്. ഈ ക്രിസ്ത്യൻ മിഷണറീസും മുസ്ലിം ഇതും വന്ന സമയത്ത് നമ്മുടെ കേരളത്തിലുള്ള 50% സ്കൂളുകളും മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കാർ അവരുണ്ടാക്കിയതാണ്. പിന്നെ 60% കോളേജുകളും ഇവരുടെയാണ്. നമ്മൾ 60% കോളേജുകൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നേ മുസ്ലിം മാനേജ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആയിരിക്കും. അപ്പോൾ ഇവർ വന്ന് ഇവിടെ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളായിരുന്നു തുടങ്ങിയത്. അപ്പോൾ നമ്മളിവിടെ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുമ്പോഴും സെൻട്രൽ ഗവൺമെൻറ് റൂൾ പ്രകാരമുള്ള എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ആരും അവിടെ മതം പഠിപ്പിക്കില്ല. സോ ഇവിടെ കിട്ടുന്ന ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ എന്നുള്ള പ്രോപ്പറായിട്ടുള്ള ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ കിട്ടി. പക്ഷെ നമ്മൾ കേരളം വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്ക്, ഒന്നെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളായിരിക്കും, അല്ലെങ്കിൽ പ്രൈവറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു മതവിഭാഗത്തിൻ്റെ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അവിടെ സ്കൂളുകൾ അതുപോലെ ആളുകൾക്ക് ലിറ്ററസി കിട്ടുക, എഡ്യൂക്കേഷൻ കിട്ടുക, അത് കുറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ മതത്തിൻ്റെ ഇവിടെ ഇത്രയും വന്നത് കൊണ്ടുകൂടിയാണ് കേരളത്തിൽ ഇത്രയും എഡ്യൂക്കേഷൻ വന്നതെന്നുള്ളത്. ഞാൻ നേരെ തിരിച്ചിരുന്നു, ഞാൻ വിചാരിച്ചിരുന്നത് എഡ്യൂക്കേഷനാണ് ഇവിടെ ഇത്രയും ഈ മതസൗഹാർദ്ദത്തിൽ പോകാൻ. പിന്നെ നോർത്തില് മറ്റേ ഇസ്ലാം വന്ന് കണ്ടിട്ടില്ല, യുദ്ധത്തിലൂടെ യുദ്ധത്തെ അത് അതിൽ പറയുന്നുണ്ട്. നോർത്തില് ഇസ്ലാംസ് വേറെ മതമൊക്കെ വന്നത് യുദ്ധം ചെയ്തിട്ട് അവർ ഭയങ്കര സഫർ ചെയ്തിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അപ്പോഴും നോർത്തുകാർക്ക് ഈ മറ്റ് ഇസ്ലാം ആയാലും ക്രിസ്ത്യൻസ് ആയാലും അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇത്ര ഒരു ഗ്രഡ്ജ് ഉണ്ടാവാനുള്ള കാരണം അതുകൊണ്ടാണ്. നമുക്ക് ഇവിടെ ഭയങ്കര സൗഹൃദത്തിലാണ് വന്നത്. സൗത്തിന് പൊതുവെ സൗത്ത് ഇപ്പോൾ നമുക്ക് സൗത്തിലുള്ള ഇന്ത്യക്കാർക്ക് കുറച്ചും കൂടി പീസ്ഫുൾ ആണല്ലോ. അതെ അതെ, കാരണം അവർക്ക് ആ ഒരു എപ്പോഴും ഒരു തിളപ്പുള്ള മാതിരിയാണ്. സൗത്ത് ഇന്ത്യക്കാര് നോർത്ത് ഇന്ത്യക്കാര് എൻ്റെ ഡിഫറെന്റ് ആയിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വേറെ ഇപ്പൊ നമ്മൾ നോർത്ത് ഈസ്റ്റുകാർ തന്നെ നമുക്ക് വേറെ ഇന്ത്യക്കാരാണല്ലോ. അതേപോലെ തന്നെ ഈ സൗത്ത് ഇന്ത്യൻസും നോർത്ത് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമ്മൾ പറയുന്ന സ്കിൻ കളറിലോ ലുക്കിലോ ഒന്നുമല്ല, സ്വഭാവത്തിലും കൾച്ചറിലും എല്ലാം കൊണ്ടും ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നമുക്കൊരിക്കലും നമ്മളും അവരും ഒരേ ഇന്ത്യക്കാരെന്നൊന്നും ഒരിക്കലും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് ഇന്ത്യയിലെ കൾച്ചർ പറഞ്ഞപ്പോ എത്ര സ്റ്റേറ്റിലായിട്ട് കൾച്ചർ ഇങ്ങനെ പരന്ന് പുറത്തെന്തിനാ പോണേ, നമ്മുടെ രാജ്യത്ത് തന്നെ അല്ലേ. നമുക്ക് ഈവൻ വേറെ ഇപ്പൊ ഒരു ഗുജറാത്തി ഫിലിമോ ബംഗാളി ഫിലിമോ കാണുമ്പോൾ അതിന്റെ ചില സാധനങ്ങൾ പോലും ഇത് എന്താണെന്ന് മനസ്സിലാവണ പോലും, കാരണം അത്രയും കൾച്ചർ ഡിഫറൻസിൽ അത് കിടക്കണത്. അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്ത്, ഇതെന്തിനെങ്ങനെ ചെയ്യണത് എന്നുള്ളതൊക്കെ അത്രയും അത്ഭുതമായിട്ടാണ് കിടക്കുന്നത്. ഭക്ഷണം കഴിക്കണ്ടേ? ഓ, പിന്നെ നെക്സ്റ്റ് ടൈം നമുക്ക് മറ്റേ ഇതിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യണം. മൈൻഡ്ഫുൾ ആവാനുള്ള ഇതും പിന്നെ കുറച്ച് പ്രസന്റിൽ നിൽക്കാനുള്ള സാധനം നെക്സ്റ്റ് ടൈം അല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു വൈ ദ ഹെൽ നോട്ട് എന്ന് പറഞ്ഞ സുധിരാജ് ഓക്കെ, ദാറ്റ്സ് എ റാപ്പ്. ഓക്കെ.